KPS ഹൗസ് ആണ് ഏറ്റവും ഐക്കോണിക് പാർട്ട്. അപ്പൊ KPS ഹൗസിൽ നമ്മള് ഫെലിക്സിനെ കണ്ടു, ഫെലിക്സിന്റെ കൂടെയുള്ള ഫ്രണ്ട്സ്, അവരുടെ ടീം മെമ്പേഴ്സിനെ എല്ലാവരും കണ്ടു. അവര് ഒരു പോഡ്കാസ്റ്റ് എങ്ങനെ നടന്നതൊക്കെ സൂപ്പറായിട്ട് അടിപൊളി പരിപാടി. And shout out to the work Felix is doing. KPG is like making lots of noise in Kerala product and KPH group has been crucial in this journey. Okay, I would say other message അയച്ചിട്ടൊന്നുമല്ല, but the messages that comes in or the kind of value that group adds to almost every founders is huge. പിന്നെ KPH ഹൗസിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഭയങ്കര എക്സ്ട്രീം ക്വാളിറ്റഡ് ആണ്, ബട്ട് if you getting it's well and good. So yeah. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളൊപ്പം നിവിൻ പോളിനെ ഹഡിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കൊണ്ടുവന്ന ഫൗണ്ടറാണുള്ളത്. എക്സ് ഇന്റർവെൽ ഫൗണ്ടറാണ് റമീസ്. അപ്പൊ എങ്ങനെയുണ്ട് ഹഡിൽ? ആള് പോയില്ലേ? പോയി വന്ദേ ഭാരതില പോയി. ഓക്കെ, എക്സ്പീരിയൻസ് ഹഡിൽ വന്നിട്ട്? നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ആദ്യത്തെ ഹഡിലല്ല, നമ്മള് പിച്ച വെച്ച ഗ്രൗണ്ടാണ് ശരിക്കും ഹഡില്. പക്ഷെ നമ്മൾ പല ഫേസിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഏർലി സ്റ്റേജിൽ വന്നിട്ടുണ്ട്, സ്കെയിലിംഗ് സ്റ്റേജിൽ വന്നിട്ടുണ്ട്. എക്സിന് ശേഷമുള്ള ഫസ്റ്റ് ഹഡിലാണ്. ഇൻട്രസ്റ്റ് ആണ് വെച്ചാൽ ഓരോ വല്ല ഹഡിൽ വരുമ്പോ സെയിം ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോ അവര് സ്റ്റോൾ എടുക്കണു, പിന്നെ സ്പോൺസർ ആവും. അതെ, പിന്നെ കസ്റ്റം ലൈക്ക് നമുക്ക് ഗ്രോത്ത് കാണാം എല്ലാവരുടെയും. ഇപ്പം അതൊരു ഇൻട്രസ്റ്റിംഗ് സാധനം. അപ്പൊ നമ്മൾ ഫണ്ടിങ് മേനിയിലൊക്കെ നമ്മൾ ഒരുമിച്ച് പിച്ച് ചെയ്തുകൊണ്ടിരുന്നവരാണ് നമ്മളിപ്പോ ഒരുമിച്ച് സ്റ്റേജിലുള്ളത്. അപ്പൊ നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഫൗണ്ടേഴ്സും ഗ്രോ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യം. ഈ നിവിൻ പോളിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഷെയർ ചെയ്യാൻ പറ്റുക? അന്ന് സ്റ്റേജിലും എക്സൈസ് ആണെന്ന് പറഞ്ഞില്ല. ഇല്ല, കാരണം നമ്മളിപ്പോഴും ഒരു ബേസിക് ഐഡിയയും നമുക്കൊരു വിഷനുമേ ഉള്ളൂ. ഇപ്പൊ നീ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു അടുത്ത GTA അല്ലെങ്കിൽ അടുത്ത സ്ട്രേഞ്ചർ തിങ്സ് അല്ലെങ്കിൽ K-ഡ്രാമ പോലെ നമുക്ക് നമ്മുടെ മോളിവുഡിന്റെ കോണ്ടന്റിനെ ഗ്ലോബലി നമുക്ക് കൊണ്ടുപോകണം. അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ അത് എല്ലാ IPയും ഇപ്പം ഗെയിം ആവാം, ചിലപ്പോൾ കോമിക്സ് ആവാം, ചിലപ്പോൾ ആനിമേഷൻ ആവാം. അപ്പൊ അതിന് ഇവിടെ ടാലൻസ് ഇങ്ങോട്ട് വരണം, നമുക്ക് ഇൻബൗണ്ട് ഇങ്ങോട്ട് വരണം. ഇവിടെ എല്ലാ ടാലൻസിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റണം. അവരെ വേൾഡ് ക്ലാസ് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്സ്കിൽ ചെയ്യാനുണ്ട്. അപ്പൊ ആ ഒരു അപ്സ്കില്ലിംഗ് ലെയർ ഉണ്ട്. അതുപോലെ തന്നെ അവരൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റണം. അപ്പൊ അവിടെ ആയിരിക്കും മേ ബി നിവിന് നല്ല വാല്യൂഡേഷൻ തരാൻ പറ്റുക. കാരണം നിവിന് ഓൾറെഡി ഒരുപാട് ചാനൽസ് ഉണ്ട്, പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. അപ്പൊ അത് നല്ല കോംപ്ലിമെന്ററി സ്കിൽസ് ആണ്. ഇപ്പൊ എനിക്ക് 8 ലെയർ ബിൽഡ് ചെയ്യാൻ പറ്റും, നിവിന് ഇതിനെ മെർച്ചൻഡൈസ് ചെയ്യാനും മോണിറ്റൈസ് ചെയ്യാനും പറ്റും. അപ്പൊ നല്ലൊരു കോമ്പിനേഷൻ ആവും തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് വരുന്നത്. അത് ലൈക്ക് എനിക്ക് ആക്ടർ വേണമെന്നില്ല. ഇഫ് ഐ വുഡ് ഗോ ഫോർ സം ആക്ടർ, ഐ ഡോണ്ട് നോ വെദർ ഐ ക്യാൻ ഫൈൻഡ് സമ്മൺ. ഓക്കെ, DQ ആസ് ബ്രാൻഡ് ഇറ്റ്സ് ഓക്കെ, സൂപ്പർ ഫൈൻ, അടിപൊളിയാണ്. DQ, വി ലവ് DQ. ഓക്കെ, പക്ഷേ DQ എത്രത്തോളം അവൈലബിൾ ആവുന്ന എനിക്കറിയില്ല. ഹീസ് ലൈക്ക് എ പാൻ ഇന്ത്യൻ സ്റ്റാർ ആൻഡ് ഹി ഹാസ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. പക്ഷേ നിവിൻ ഈസ് ലൈക്ക് നമുക്കൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ പോലെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. വളരെ ഈഗറായിട്ട് കാര്യങ്ങൾ പഠിക്കാനും ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ് നിവിൻ. അപ്പം DQക്ക് എത്രത്തോളം അങ്ങനെ ഉണ്ടാവും അറിയില്ല. അപ്പൊ എപ്പോഴും നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി നിവിനായിരുന്നു. ബിക്കോസ് നിവിൻ അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ആ ഒരു ക്രൈവ് അവനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ക്രൈവ് സ്റ്റാർട്ട് ചെയ്തത്. ഫുള്ളി നെക്സ്റ്റ് ഇയറിലും വേറെ കുറെ സിനിമ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ കൊണ്ടുവരണം. യെസ്, നമ്മൾ അങ്ങനെ ഒരു ബ്രിഡ്ജ് ആക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ നിവിൻ വരുന്നു, അതുമൂലം ഐ തിങ്ക് ഹോളിവുഡിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ആസ്റ്റൺ കച്ചർ ഉണ്ടല്ലോ, ആസ്റ്റൺ കച്ചർ ഉണ്ട്, റിയാൻ റിനോൾഡ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ആ ഹോളിവുഡിനും SF-നും ബ്രിഡ്ജ് ചെയ്ത ആൾക്കാർ. അതുപോലെ സംഭവം ഇവിടെ സംഭവിക്കാവുന്ന. ഇപ്പം ബോളിവുഡിൽ വെരി ആക്റ്റീവ്ലി രൺവീർ, ആലിയ എല്ലാവരും ചെയ്യുന്നുണ്ട്. അതുപോലെ നിവിൻ നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന്റെ പോസ്റ്റർ ബോയ് ആയിരിക്കുകയാണ് ഇപ്പോ. അത് ബ്രിഡ്ജ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹഡിൽ ഗ്ലോബൽ ആണ്. എന്റെ ഒപ്പം ഷാൻ ഉണ്ട്, എന്റെ സ്റ്റൈൽ. ഓക്കെ, എങ്ങനെയുണ്ട്? നമ്മൾ ലാസ്റ്റ് ഹഡിൽ വന്നായിരുന്നു വേഴ്സസ് ദിസ് ഹഡിൽ. വാട്ട്സ് ഡിഫറൻസ് ബിറ്റ്വീൻ? പ്രാവശ്യം വന്നപ്പോ നമ്മള് ഫിഗറിംഗ് ഔട്ട് ആയിരുന്നു വാട്ട് ഈസ് ഹാപ്പനിങ് ഇയർ, ആരൊക്കെയാ എന്തൊക്കെയാന്നുള്ളത്. പക്ഷെ ഇപ്രാവശ്യം വളരെ നമുക്കറിയാം എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മളൊരു നെറ്റ്വർക്കിലേക്ക് പോകുമ്പോ നമുക്ക് എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്കറിയണം, അവര് നമുക്ക് പറഞ്ഞു തരൂല. സോ ദാറ്റ് ഈസ് മോർ ഫിഗർഡ് ഔട്ട്. അത് വളരെ എന്താ പറയാ പിൻ പോയിന്റഡ് ആയിരുന്നു. കുറച്ചും കൂടി എന്താ പറയാ ബ്രോഡർ സെക്ഷനിൽ കുറച്ചും കൂടി നാരോ ഡൗൺ ചെയ്ത് വേണ്ട ആൾക്കാരെ മാത്രം. ഇനിയും അത് നാരോ ഡൗൺ ചെയ്ത് ബെറ്റർ ആയി എന്നുള്ളതാണ് ഒരു ലുക്സ് ഫോർവേഡ് ടു ഹഡിൽ ഗ്ലോബൽ 2026. താങ്ക്സ് ഫോർ ദ ഗസ്റ്റ് അപ്പിയറൻസ്. താങ്ക് യു. ഒപ്പം KPH ഹാക്കത്തോണിൽ പരിചയപ്പെട്ട 16 വയസ്സുകാരെ ഇപ്പൊ 17 ആവുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യാണ്. ഇപ്പൊ 16 വയസ്സാണ്ട
ഡബിൾ ടെക്കിംഗ് അല്ലേ ബനാറസിൽ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് ഹാക്കത്തോണിൽ വന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റിന്റെ സ്റ്റേറ്റസ് എന്താണ് വാട്ട് ഇസ് ഗോയിങ് ഓൺ? ഓക്കെ, ആ പ്രൊഡക്റ്റ് ഇപ്പം ആക്ച്വലി പ്രീ ലോഞ്ച് ചെയ്തു. നമ്മൾ ലോഞ്ച് ചെയ്യാൻ നിൽക്കുകയാണ്. നെക്സ്റ്റ് ഏകദേശം വെയിറ്റിംഗ് ലിസ്റ്റ് ആണ്. പ്രൊഡക്റ്റ് ഓൺ ഡെവലപ്മെന്റ് ഏകദേശം 70% കംപ്ലീറ്റ് ആണ്. അതിൽ ആക്ച്വലി നമ്മൾ LLMs-ന്റെ എന്താ കോണ്ടെക്സ്റ്റ് ഉള്ളൊരു പ്രൊഡക്റ്റ് ഡെമോ എവിടെ കാണാൻ പറ്റും? Node.app. ഓക്കെ, മേക്ക് ഷുവർ ചെക്ക് ഇറ്റ് ഔട്ട്. Node.app പിന്നെ കേക്ക് ഹൗസിൽ ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു എക്സ്പീരിയൻസ് അതൊന്ന് പറഞ്ഞു. ഫുൾ എക്സ്പീരിയൻസ്, ലൈക്ക് ആ ഒരു കണക്ഷൻസും സാധനങ്ങളൊക്കെ സെറ്റ് ആയിരുന്നു. എൻഡിങ് നോട്ട്സ് എങ്ങനെ ഹഡിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഹെഡ്ലും പറയാൻ ഒരുപാട് നെറ്റ്വർക്ക് ചെയ്തു. സോ യാ, ഇറ്റ്സ് കൂൾ. ഓക്കെ, ശരി, ബൈ, താങ്ക് യു. എന്റെ പേര് രജത്ത്, ഞാനിവിടെ CTO ഓഫ് മണോള വെഞ്ചേഴ്സ്. ഞാൻ ഹഡിൽ ആദ്യമായിട്ടാണ് വരുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ആദ്യമായിട്ടാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ്. നമ്മുടെ ഇവിടെ കുറെ പേര് വന്നു, നിവിൻപോളി വന്നു, വിജയ് ചേട്ടൻ വന്നു. പക്ഷേ പരിപാടി നോക്കിയത് നമ്മുടെ ശ്രീധർ ബന്ധുവാണ്, നമ്മുടെ സോഹോയുടെ ഫൗണ്ടർ. അതാണ് ഏറ്റവും അടിപൊളി. പുള്ളിനെ കാണാൻ വേണ്ടിയാണ് ബേസിക്കലി ഞാനിവിടെ വന്നത്. പുള്ളിയുടെ ഫോട്ടോ എടുത്തു, ഹാപ്പിയായി. പിന്നെ ഇവന്റ്സ് അടിപൊളി, ഫുഡ് അടിപൊളി, എല്ലാം സെറ്റ് ആയിരുന്നു. KPS ഹൗസ് ആണ് ഏറ്റവും ഐക്കോണിക് പാർട്ട്. അപ്പൊ KPS ഹൗസിൽ നമ്മള് ഫെലിക്സിനെ കണ്ടു, ഫെലിക്സിന്റെ കൂടെയുള്ള ഫ്രണ്ട്സ്, അവരുടെ ടീം മെമ്പേഴ്സിനെ എല്ലാവരും കണ്ടു. അവര് ഒരു പോഡ്കാസ്റ്റ് എങ്ങനെ നടന്നതൊക്കെ സൂപ്പറായിട്ട് കണ്ടു, അടിപൊളി പരിപാടി. അപ്പൊ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. അപ്പൊ എനിക്കിങ്ങനെ തോന്നുവാണ് പോഡ്കാസ്റ്റ് ഇതുപോലെയൊക്കെ തുടങ്ങണം, കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ ഫെലിക്സ് ചേട്ടന്റെ ഭാഗത്തു നിന്നാണ് കിട്ടിയത്. അപ്പം ഇനി അങ്ങനെ ഒരു ഫൗണ്ടർ ആയിട്ട് ഒരു കണ്ടന്റ് ക്രിയേഷനിലേക്ക് കൊള്ളാൻ തന്നെ ഉണ്ട്. അതാണ് എന്റെ ആഗ്രഹം. പിന്നെ KPS ഹൗസ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇതുവരെ കണ്ട എല്ലാ KPS മീറ്റിംഗുകളിലും ആളുകളെല്ലാം ഒരുമിച്ച് വന്ന ഒരു റൂമിൽ ഒരുമിച്ച് കിടന്ന വർത്താനം പറഞ്ഞ് ഫുൾ നൈറ്റ് സ്പെൻഡ് ചെയ്ത് ഭയങ്കര അടിപൊളി ഫൺ മൂവ്മെന്റ് ആയിരുന്നു. എല്ലാവരും മീറ്റ് ചെയ്യാൻ പറ്റി, ഒരുപാട് ഫ്രണ്ട്സിനെ ബിൽഡ് ചെയ്യാൻ പറ്റി, ഒരുപാട്. അതൊരു കുറെ പേർക്ക് കോൺഫിഡൻസിനെ കിട്ടി അവിടെ നിന്ന് തന്നെ. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഇനിയും ഇങ്ങനെ ഒരു ഇവന്റ്സ് വരട്ടെ. നമുക്ക് KPS ഹൗസ് പിന്നെ വെച്ച് ഇനിയും കാണാം. ബൈ. ഹായ്, ആക്ച്വലി ഇറ്റ്സ് ആൻ അനിമാട്രോണിക് ഹ്യൂമനോയിഡ് റോബോട്ട്. ഇത് മനുഷ്യനെ പോലെ ഫേഷ്യൽ എക്സ്പ്രഷനും കൂടെ കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു റോബോട്ടാണ്. ഇത് മനുഷ്യനെ പോലെ ഐലിഡ്, ഐബോള്, ഐബ്രോ, ജോ ഇതെല്ലാം നമുക്ക് മൂവ്മെന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു അസാഡസ് ആയിട്ടുള്ള ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള റോബോട്ടാണ്. പിന്നെ അതുപോലെ ബോറിംഗ് ആൻഡ് റിപ്പീറ്റീവ് ടാസ്കുകൾ ചെയ്യുന്ന പല ജോബുകളും നമുക്ക് ഡെവലപ്ഡ് കൺട്രീസിൽ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കേരളത്തിൽ ഒന്നും ബിൽഡ് ചെയ്യുന്ന ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ടാവും. പക്ഷേ ഐ തിങ്ക് ഇവിടെ ഉള്ള വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ബിൽഡ് ചെയ്ത പല പ്രൊഡക്ട്സ് കാണാൻ പറ്റും. ബീറ്റ് ഓൺലൈൻ D2C ബ്രാൻഡ്സ് ആസ് വെൽ ഉണ്ട്. ഫുൾ നമ്മുടെ എപ്പിസോഡ് സ്പോൺസേഴ്സ് ചെയ്തിട്ടുള്ളവരാണ്. ഷെഫ് പിള്ളേന്റെ ഒരു ആഡ് വന്നിട്ടുണ്ട്. ഇപ്പൊ ടീം കാലിക്കറ്റ് കസിൻസ് എന്ന ടീം ബിൽഡ് ഔട്ട് ചെയ്ത ഫുൾ ഐ തിങ്ക് ഓവർ ദി മന്ത്സ് ഗ്രാജുവലി ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇവൻ ഹഡിലായാലും റിസ്പോൺസ് ആയിട്ട് വന്നിട്ടുണ്ട് അവര്. ഇവൻ ഐ തിങ്ക് ഇങ്ങനത്തെ കുറെ ബ്രാൻഡ്സ് പോപ്പ് ചെയ്യുന്നുണ്ട് ഫ്രം കേരള. അതൊക്കെയാണ് നമ്മൾ സംഭവിക്കുന്നത്. സോ കുഡോസ് ടു ഫുൾ വാട്ടി. അപ്പൊ ഇപ്പൊ നമ്മുടെ ഒരു ഫൗണ്ടർ ഉണ്ട്, ഫസ്റ്റ് കമ്പനി സോൾഡ് ടു നൗക്കറി. നൗ ഷീസ് ബിൽഡിംഗ് Film Finance and Film Connect. Yes. And that is for connecting filmmakers and investors, helping them to raising fund. പിന്നെ വിംപോളിക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ, വിംപോളിയായിട്ട് സംസാരിച്ചിരുന്നു. I couldn't meet Nivin Pauly, but If you are watching this, come meet her. oh, thank you. Shout out to So what we are doing is we connect independent filmmakers, that's upcoming filmmakers, with investors, and we are focusing on indie films, and we are creating an OTT platform dedicated for independent film content. പേരെന്താണ് ഈ പ്ലാറ്റ്ഫോമിന്റെ? Indigo. ഇൻഡിഗോ. Indigo. ഇൻഡിഗോ മറ്റേ ഫ്ലൈറ്റ് അല്ലേ? No. This is about indie, which is a short for independent films or independent movies, and then go. INDIE. Yes. അപ്പൊ ആ ഒരു ഇൻഡിഗോ അടിക്കുമ്പോൾ ഡിഡ് യു മീൻ ഇൻഡിഗോ എന്ന് ചോദിക്കാൻ ചാൻസ് ഇല്ലേ? It has got a good story also, right? And earlier, now there is a problem. Startup, what does it feel like? 2015 started, now we are in 2025. Again starting up, how is it? Nice. Actually, it's a great question. I tell this to myself multiple times. See, in my first startup, I was a tech co-founder. So idea came to me. I was not part of like ideating. Yes. And then I converted to the product. I created this entire engineering team and the process and the tools around that. And that was my contribution there. The tech part runs as a well-oiled engine for me. I don't have a problem. I know how to run it. But the other side, it's a journey for me. It's like new learnings, understanding what to learn and how to learn. Yeah. Interesting. എനിക്ക് തോന്നിയിട്ടുള്ളത് ഓവർ ദി ഇയേഴ്സ് ബിൽഡിംഗ് ബിക്കം ഈസിയർ ആസ് വെൽ അലോങ് വിത്ത് സർട്ടൻ ടൂൾസ് ആൻഡ് True. പല ആൾക്കാരും സ്ട്രഗിൾ ചെയ്യുന്ന സെയിൽസ് മാർക്കറ്റിംഗിലാണ്. ആ ഒരു സംഭവമാണ്. ഐ തിങ്ക് വി ഓൾസോ ഇറ്റ്സ് മാസ്റ്റർ ക്ലാസ് ഓൺ യൂട്യൂബ് ആസ് വെൽ. ബട്ട് ഐ തിങ്ക് ഡെഫിനറ്റ്ലി ആ ഒരു ഏരിയ ആണ് മോർ ഷുഡ് ബി ഫോക്കസ് ഓൺ. For me, it's a learning. It's a new learning. And yes, I should focus on. And I definitely would like to learn from you guys. Awesome. Thanks so much and see you. Thank you. നമ്മളിപ്പോൾ ഉള്ളത് ഹഡിൽ ഗ്ലോബലിലാണ്.
ലാസ്റ്റ് ഇയർ ജോബിൽ വന്നത് ഫെലിക്സ് ബ്രോ നിങ്ങളോ ജോബിൽ ബിഗ് ഫാൻ സാർ ബിഗ് ഫാൻ വർഷങ്ങളായിട്ട് ഫോളോവറാ സെൽഫി എടുക്കല്ലേ സെൽഫി എടുത്ത് വിട്ടോളല്ല അത്രയൊക്കെ ഉള്ളൂ. എങ്ങനെയുണ്ട് ജോബിൻ? ലാസ്റ്റ് അടിയിൽ വന്നായിരുന്നു നമ്മള്. അതെ വേഴ്സസ് ദിസ് വൺ എന്തായിരുന്നു? പിന്നെ KP ഷോസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. KP ഷോസിന്റെ ഒരു ഇവോൾവേഷൻ ആണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി ഒരു 10x അടിപൊളിയായെന്ന് വേണമെങ്കിൽ പറയാം. അവിടുത്തെ കോൺവെർസേഷൻ ആയാലും വന്ന പീപ്പിൾസ് ആയാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ലൈക്ക് ഹഡിലാണെന്ന് പറഞ്ഞാലും ഈ പ്രാവശ്യം കുറച്ചും കൂടെ നല്ല അടിപൊളി സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് എനിക്കൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയത് പ്രൊഡക്ട്സ് കഴിഞ്ഞ വർഷത്തേനെ അപേക്ഷിച്ച് കുറവായിരുന്നു. ബട്ട് ഇവൻച്വലി ഒരു 2-3 പ്രൊഡക്ട്സ് മാത്രമേ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. ഞാനും അടിപൊളി എല്ലാ പ്രൊഡക്ട്സിന്റെ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. ബട്ട് എനിക്ക് അത് അൺസാറ്റിസ്ഫൈഡ് ആയിപ്പോയി. ബട്ട് ലൈക്ക് ബാക്കി ഓവറോൾ നോക്കുമ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നിങ്ങൾ ജോബ് ക്യൂരിയന്റെ പരിപാടി ഉണ്ടായിരുന്നു, അടിച്ചു പൊളിച്ചു. ഒരു നോർമൽ ഒരു ടെക് കൈൻഡ് ഓഫ് ഒരു അടുത്ത കൈൻഡ് ഓഫ് version 2 ആണ്. I think I would say I hope this Hadil will also get back. അതെ 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 I think ഞാൻ ലാസ്റ്റ് ഇയറോട്ടാണ് ട്രാക്ക് ചെയ്ത് തുടങ്ങിയത്. ബട്ട് ഓവർ ദി ഇയേഴ്സ് ഹാസ് ഇംപ്രൂവ്ഡ്. അതെ സോ ആ ഒരു സംഭവം ഉണ്ട്. അതെ മുമ്പൊക്കെ പിള്ളേരൊക്കെ ആയിരുന്നു. അതെ അതെ ഒഫീഷ്യൽസ് ആണ്. അത് മാത്രമല്ല വേറൊരു സംഭവം കണ്ടെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഞാൻ പോയപ്പോ ഒരു പ്രൊഡക്റ്റ് സ്റ്റാളില് ഒരു കോക്കനട്ട് പറിക്കുന്ന ഒരു മിഷൻ ഒരു ഫൗണ്ടർ വെച്ചിട്ടുണ്ട്. അപ്പോ അവര് സംസാരിച്ചപ്പോ കഴിഞ്ഞ വർഷം പുള്ളിക്ക് അതൊരു ഐഡിയ ആണ് ഉണ്ടായിരുന്ന. പക്ഷെ ഇവിടെ ഒന്ന് പല പ്രൊഡക്ട്സും കണ്ട് ഇത് കണ്ട് ഇൻസ്പയർ ആയി പുള്ളി ഗ്രാൻഡ് എടുത്ത് KSMന്റെ അണ്ടറിൽ സാധനം സെറ്റ് ചെയ്തു. അപ്പൊ ഇതുപോലെ ഇമ്പാക്ട്ഫുൾ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോ അതിന് വഴി ഒരുക്കുന്നുണ്ട് KSM എന്തായാലും, അതുപോലെ തന്നെ ഹഡിൽ ഗ്ലോബൽ എന്തായാലും. അതെ ഇതൊരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു നമ്മളൊരു ഇന്റർനാഷണൽ ആളുകളുണ്ടെങ്കിൽ ലെവലിലോട്ട് വളരണം എന്നുള്ളതാണ് ഒരു വയ്ക്കേണ്ടത്. ക്വാളിറ്റിയിലാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്, നോട്ട് ക്വാണ്ടിറ്റി. കാരണം ജൈടെക്സ് പോകുമ്പോ 10-15 ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ക്വാളിറ്റി ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ അതായത് ഓരോ വരുന്ന ആൾക്കാരുടെ ഒരു എന്താ വൈ ഡിഡ് ഇറ്റ് കെയിം ഫോർ ആൻഡ് വാട്ട് വാല്യൂ ഔട്ട് ദേ ഗെറ്റ് ഫ്രം ഇറ്റ് ഒബ്സസ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് നെക്സ്റ്റ് ലെവൽ തിങ്. പീപ്പിൾ ലുക്ക് ഫോർവേഡ് ടു ജൈടെക്സ് ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന പോലെ തന്നെ ഇതിനും ലുക്ക് ഫോർവേഡ് ചെയ്യണം. ഓക്കെ, താങ്ക്സ് സോ മച്ച്. സച്ചിൻ നമ്മുടെ KP ഷാക്കത്തോണിൽ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തായിരുന്നു. നമുക്ക് ചോദിച്ചറിയാം ഹഡിൽ ഗ്ലോബൽ നമ്മൾ അഗൈൻ മീറ്റ് ചെയ്തു. അപ്പൊ എന്താണ് അപ്ഡേറ്റ് സോ ഫാർ? 3 months കഴിഞ്ഞല്ലോ. 3 months കഴിഞ്ഞു. ഇപ്പം അന്ന് KPH കഴിഞ്ഞിട്ട് ഇപ്പം 3 months ആയി. സോ ഇപ്പം നമുക്ക് ചെറിയൊരു കൺവേർഷൻസ് വരുന്നുണ്ട്. നമ്മൾ കുറച്ച് സ്ട്രഗ്ലിംഗ് തന്നെയാണ് ഇപ്പോഴും. എന്നാലും യൂസേഴ്സ് വരുന്നുണ്ട്. നമ്മളെ യൂസേഴ്സിനെ കൂടുതലും ഐഡന്റിഫൈ ട്രാക്ക് ചെയ്യുക എന്നുള്ള ഒരു ഏരിയയിലാണ് ഇപ്പം നിൽക്കുന്നത്. അതുപോലെ തന്നെ KPHന്റെ ആണെങ്കിലും മീറ്റപ്സും അതുപോലെ ഓൺലൈൻ മീറ്റിംഗ് എല്ലാം റിയലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒത്തിരി പ്രൊഡക്റ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അതായത് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തു യൂസർ ഉപയോഗിക്കുന്നുണ്ട്. ഹൂ ഇസ് ദാറ്റ് പർട്ടിക്കുലർ ICP എന്നുള്ളത് ഒന്നും ഡബിൾ ടാപ്പ് ചെയ്ത് മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് വേണ്ടി ബിൽഡ് ചെയ്യുമ്പോഴാണ് ആ സാധനം റെഡി ആവുന്നത്. അല്ലെങ്കിൽ വന്ന ആൾക്കാർ ഉപയോഗിച്ച് പോകും, അതിനപ്പുറത്തേക്കുള്ള ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അത് ഫിക്സ് ചെയ്യേണ്ട സംഭവമാണ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് മാസ്റ്റർ ക്ലാസ് നടത്തിയിട്ടുണ്ട്. PMF ആ അർജുൻ പോളിലെ മാസ്റ്റർ ക്ലാസ് കൂടി റിലീസ് ചെയ്യാം. അതാണ് 1 സെക്ഷൻ ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൗ ഡു പീപ്പിൾ ഫൈൻഡ് ദിസ് ടൂൾ, അവിടെ കണ്ടന്റ് ത്രൂ എങ്ങനെ സ്കെയിൽ ചെയ്യാനുള്ളത് അതിന്റെ കുറച്ച് റെക്കോർഡിംഗ്സ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതും ഹോപ്പ്ഫുള്ളി യൂസ്ഫുൾ ആയിരിക്കും. ഇതൊക്കെയാണ് മൈ സൈഡ് ഫ്രം പ്രൊഡക്റ്റ് പറയാം. പിന്നെ ഹഡിൽ ഗ്ലോബൽ, ഹൗ ഇസ് ഇറ്റ്? ഹഡിൽ ഗ്ലോബൽ അടിപൊളിയാണ്. ഇപ്പം 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഓവർ ദി ഇയേഴ്സ് ബെറ്റർ ആയിട്ടുണ്ട്. 3ാമത്തെ ഐ തിങ്ക് ഫസ്റ്റ് ഇയർ കുറച്ച് പിള്ളേരെ പറയുണ്ടായിരുന്നു. പിന്നെ പ്രൊഫഷണലിലേക്ക് മാറി. ഇനി ഇത്രയും ബെറ്റർ ആണ്. ഐ തിങ്ക് ഒരു വേർഷൻ 3 ഇത്രയും ഫൈൻ ട്യൂൺ ആവുമെന്ന് വിചാരിക്കാം. അതെ 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 ബട്ട് ഓവറോൾ ഇറ്റ്സ് ഗുഡ്. അതെ അതെ തീർച്ചയായിട്ടും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ആൾക്കാരാണെങ്കിലും ആ ഒരു എനർജി കാണാനുണ്ട്. ആൻഡ് ഫൗണ്ടേഴ്സ് എല്ലാവരും നല്ല അവരുടെ ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇൻട്രസ്റ്റഡ് ആണ് പ്രൊഡക്റ്റ്, ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. സോ ഓവറോൾ അടിപൊളി. ഇപ്പൊ ഇവിടെ പല സാധനങ്ങളുണ്ട്, ഹാർഡ്വെയർ റോബോട്ടിക്സ് സാധനങ്ങളുണ്ട് ഇവിടെ. അതിനുവേണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഡെമോ പീസസ് ഉണ്ട്, പല പ്രൊഡക്ട്സും സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്കന്ന് ഓക്കെ. അപ്പൊ ഇവിടെ സ്റ്റേജസ് ഉണ്ട്, ഓരോ ഇവന്റ്സ് ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാം. പിന്നെ ഇവിടെ തന്നെ പ്രൊഡക്ട്സ്, ഇപ്പൊ ഈ ഇവന്റിന് വന്നിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുന്നുണ്ട്. അത് കളക്ട് ചെയ്യാൻ വേണ്ടി സ്നാപ് ഷെയർ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്. അത് സ്കാൻ ചെയ്താൽ കാണാൻ പറ്റും. ഇതൊക്കെ ബിൽഡിംഗ് പ്രൊഡക്ട്സ് ഫ്രോം കേരള ആൻഡ് യുനോ വർക്കിംഗ് ഇറ്റ് ഔട്ട്. ഇപ്പൊ കുറെ സാധനങ്ങൾ എന്തൊക്കെയാ സംഭവിക്കുന്നുള്ളത് അറിയാൻ വേണ്ടി ഇവിടെ കുറെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ജസ്റ്റ് വാക്ക് അറൗണ്ട് ചെയ്യാം. ഹഡിൽ എന്റെ ഫസ്റ്റ് ഹഡിൽ എക്സ്പീരിയൻസാ. ഞാൻ ഇതൊരു ഹഡിൽ നിന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ ഹഡിലിന് വരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ടീമിന്റെ പാർട്ടായിട്ടാണ് വന്നേക്കണേ. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് സ്റ്റാർട്ടപ്സ്, ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും മെറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ. ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടു.
എന്റെ ടേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് VCസിനൊക്കെ കാണാൻ പറ്റി. ഐ ആം വർക്കിംഗ് ഇൻ KCM ഇൻവെസ്റ്റ്മെന്റ്സ്. അപ്പോ ഒരുപാട് VC കണക്ട്സ് ഒക്കെ കിട്ടി. താങ്ക് യു സോ മച്ച്. And shout out to the work Felix is doing. KPG is like making lots of എന്താ പറയാ noise in Kerala product and Okay. It's good to see a lot of ideas and products coming in, but I want to see this making revenue and really making it. ഇവിടെ അടുത്ത് റെയിൽ റോഡ്സ്. എന്താണ് റെയിൽ റോഡ്സ് എന്ന് പറഞ്ഞു തരാൻ പറ്റും ആരെങ്കിലും? റെയിൽ റോഡ്സ് എന്ന് പറയുന്നത് ട്രാവലേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വിക്ക് സർവീസ് റെസ്റ്റോറന്റ് ആണ്. നമ്മൾ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ലൈക്ക് ഹൈജീനിക് ആയിട്ടും കൺവീനിയന്റ് ആയിട്ടും ഫുഡ് കിട്ടാറില്ലല്ലോ. സോ അതിനുവേണ്ടി നമ്മളൊരു 5 ലൈക്ക് ഫ്രണ്ട്സ് ഒരു സ്റ്റാർട്ടപ്പ് ആണ് റെയിൽ റോൾസ്. എത്ര നാൾ തുടങ്ങിയിട്ട് എന്താണ് ട്രാക്ക്? ഒരു 1.5 ഇയർ ആയി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പൊ കറന്റ്ലി നമുക്കൊരു ലൈക്ക് 2 ഔട്ട്ലെറ്റ്സ് റണ്ണിംഗ് ഉണ്ട്. ആൻഡ് ദെൻ ഒരു 10 ഔട്ട്ലെറ്റ്സിൽ നമ്മൾ പൈപ്പ് ലൈൻ ഉണ്ട്. നമ്മൾ മന്ത്രിയായിട്ടൊക്കെ സംസാരിച്ച് നമ്മൾ KSRTCയുടെ ഒരു പ്രോജക്ട് ചെയ്യുന്നുണ്ട്. സോ ഉടനെ ട്രിവാൻഡ്രം ടു കാസർഗോഡ് വരെ ഒരു 10 മെയിൻ സ്റ്റേഷൻസിൽ നമ്മൾ വരാൻ പോകുന്നുണ്ട്. ഈ ഹഡിൽ ഗ്ലോബലില് എല്ലാവർക്കും ലൈക്ക് ബ്രാൻഡിനെ കുറിച്ച് ഓൾറെഡി അറിയാം. എല്ലാവരും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി. അതെ, നല്ലോണം ഉണ്ട്. ബ്രാൻഡ് റീകോൾ ഭയങ്കരമായിട്ടുണ്ട്. ഈ ബ്രാൻഡിന്റെ പരസ്യം ഓർഗാനിക് കണ്ടന്റ് കണ്ടിട്ടാണ് ഞാൻ ഇറ്റ്സ് വർക്കിംഗ് ഔട്ട്. ലൈക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് ബ്രാൻഡിനെ കുറിച്ച്. ബിക്കോസ് ലൈക്ക് എവരിവൺ ലൈക്ക് എല്ലാവരും എറണാകുളം വഴിയാണ് വരുന്നത് പരിപാടിക്ക് വേണ്ടിയിട്ട്. സോ എല്ലാവരും ലൈക്ക് ആ ഒരു കാണുന്നുണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. നെക്സ്റ്റ് ടൈം ഹഡിൽ ഗ്ലോബൽ എത്തുമ്പോ നിങ്ങളുടെ റേഞ്ച് എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഞങ്ങള് നെക്സ്റ്റ് ഇയർ മേ ബി എ ടൈറ്റിൽ സ്പോൺസർ ആയിരിക്കാം. മേ ബി ഹോപ്പ്ഫുള്ളി. ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. താങ്ക് യു. ഫുൾവയാണ് അനദർ D2C ബ്രാൻഡ്. 5 കാലിക്കറ്റ് കസിൻസ് സ്റ്റാർട്ട് ഔട്ട് ചെയ്തതാണ്. മനോരമ എലിവേറ്റിൽ ഫണ്ടിങ് നേടിയിട്ടുണ്ട്. നമ്മുടെ പോഡ്കാസ്റ്റ് ഒരു ഫുൾവായി ചേരാറുണ്ട് ഗസ്റ്റുകൾക്കൊക്കെ ആയിട്ട്. ഇപ്പൊ ലാസ്റ്റ് ഒരു കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങള് പല ഇൻഫ്ലുവൻസ് ഷെഫ് പിള്ളൈ, പിന്നെ ഈ പുള്ളിനൊക്കെ ബാഗ് ചെയ്തു. അപ്പൊ എങ്ങനെയുണ്ട് ഗ്രോത്ത് സോഫ? ഗ്രോത്ത് ഇപ്പോ ഗുഡാണ്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ ഇനിയും ഇതാണ് ക്രിസ്മസ് എഡിഷൻ. മറ്റേ കേക്കും മറ്റേ ഇതൊന്നും കാണിച്ചു തരാമോ എനിക്ക്? ക്രിസ്മസ് നമ്മളിതിപ്പോ നമ്മൾ കസ്റ്റമർ ചെയ്യാം. ഇതിപ്പോ നമ്മള് നമുക്ക് ശാന്താവാം. പൊളിയില്ലേ? നല്ല പാക്കേജിങ് ക്രിയേറ്റീവ് ഡിസൈൻ ആണ്. ഇവിടെ ഹൽവ പല ഫ്ലേവേഴ്സും ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് ഏത് ഹൽവ ഫ്ലേവറാ? ഓക്കെ, ഞാൻ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ പോഡ്കാസ്റ്റ് ഗസ്റ്റിന് കൊടുക്കാറുണ്ട് ഇതിന്റെ പാക്കേജ്. അത് ഞാൻ നേരത്തെ പറയുകയും ചെയ്തു. അപ്പൊ ഇപ്പൊ അടുത്ത കൊല്ലം ഹഡിൽ മീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സ്റ്റാറ്റസ്? കഴിഞ്ഞ അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലാസ്റ്റ് ഹഡിൽ നിങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ സ്റ്റോൾ ഇട്ടു. എന്താ പ്ലാൻ? അടുത്തായിട്ട് ഷുഗർലെസ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കുറെ അലുവാസിൽ തന്നെ ഷുഗർലെസ് ആയിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മള് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഇൻഷാല്ല നെക്സ്റ്റ് ഇതില് ടൈറ്റിൽ സ്പോൺസർ ആവും. ഹോപ്പ്ഫുള്ളി ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഗുഡ് വൺ. അപ്പൊ നമ്മള് നേരത്തെ കണ്ടത് കുറച്ച് കൺസ്യൂമർ അല്ലെങ്കിൽ D2C ബ്രാൻഡ്സ് ആണ്. കേരളത്തിൽ അങ്ങനെ കുറെ ബ്രാൻഡ്സ് പോപ്പ് ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഈ ബ്രാൻഡ്സ് ഗ്ലോബൽ ഇന്റർനാഷണൽ സ്റ്റേജിൽ എത്താൻ പറ്റുന്ന ഒരു സ്കോപ്പ് ഉണ്ട്. സോ ഇനി നമുക്ക് കുറച്ച് സോഫ്റ്റ്വെയർ ബ്രാൻഡ്സ് അറിയാം. ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഞങ്ങള് കോർപ്പറേറ്റിന് വേണ്ടി ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന LMS ആണ് ബിൽഡ് ചെയ്യുന്നത്. ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. എന്റർപ്രൈസ് ലെവൽ LMS ആണ്. ഞങ്ങള് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സ്പേസിൽ 4 വർഷം. കമ്പനി ടോട്ടൽ തുടങ്ങിയിട്ട് 4 വർഷമായി. പ്രോഡക്റ്റ് ഇപ്പൊ ബിൽഡ് ചെയ്യാൻ തുടങ്ങി 2 വർഷമായി. ട്രാക്ഷൻ ഇപ്പൊ പറയുകയാണെങ്കിൽ OWASP എന്ന് പറയുന്നത് ഈ സെഗ്മെന്റിൽ സൈബർ സെക്സ് സെഗ്മെന്റിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഇതാണ്. അപ്പൊ അവര് നമ്മളെ ക്ലയന്റ് ആണ്. പിന്നെ വേറെ നോട്ടബിൾ ക്ലയൻസ് എന്ന് പറഞ്ഞാല് റവന്യൂ അറൌണ്ട് 60-70 ARR USD ഉണ്ട് ഇപ്പൊ. $1 billion നിങ്ങളെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ്. അതെ, ബൂട്ട്സ്ട്രാപ്ഡ്. ഞങ്ങളെ CEO ഇവിടെ ഉണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു, മിഞ്ഞാന്നുണ്ടായിരുന്നു. അടിപൊളി നോളജ് നല്ലോണം കിട്ടിയിട്ടുണ്ട്. വെരി നൈസ്. അതായത് ഇത്ര ക്ലോസ്ഡ് ആയിട്ട്, ഇത്ര ഫ്രീ ആയിട്ട്, ജെന്യുവിൻ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്താ പറയാ നോളജ് തരുന്ന അടിപൊളി വെരി നൈസ്. സ്പോൺസർ ആവട്ടെ. couple of million ARRs അല്ലെങ്കിൽ 5-10 million എത്തിക്കട്ടെ. പോഡ്കാസ്റ്റ് 1 million ക്രോസ് ചെയ്യുമ്പോഴാണ് ഒരു മെയിൻ എപ്പിസോഡില് സ്പോൺസേഴ്സ് ആയിട്ട് ബ്ലെൻഡഡ്. വിളിക്കണ്ട
ഓവർ ദി ഇയേഴ്സ് നല്ല ഫൗണ്ടേഴ്സ്, നല്ല പ്രൊഡക്ട്സ്, പ്രോബ്ലം സോൾവ് ചെയ്ത് റവന്യൂ ടീം എല്ലാം ക്രാക്ക് ചെയ്യുന്നത് ഇവൻച്വലി വിൽ മേക്ക് ഇറ്റ് റിയലി ബിഗ്. അപ്പോ എങ്ങനെയാ ഇവിടെ കുറെ പ്രൊഡക്ട്സ് സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതുപോലെ പല പ്രൊഡക്ട്സും ഇവിടെയൊക്കെ കാണുന്നുണ്ട്. സോ എല്ലാവിടേക്കും എത്താൻ പറ്റില്ല, ബട്ട് ഹോപ്പ്ഫുള്ളി ഐ റെക്കമെൻഡ് യു ഗൈസ് ടു ട്രൈ ടു ജോയിൻ ഹഡിൽ ഗ്ലോബൽ 2026. നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനോ വർക്കിംഗ് വിത്ത് ദം ഓർ കൊളാബറേറ്റിംഗ് വിത്ത് ദം ആസ് കസ്റ്റമേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സ് കം ഹിയർ ആൻഡ് ടോക്ക് ടു ദം. നമ്മളിപ്പം എത്തിശാമാണുള്ളത്. വൺ ഓണ്ടർപ്രണർ കമ്പനിയാണ്. ഇസാം ഓഫ് എൻട്രീന്റെ ബ്രദറാണ്. ലുക്കലേക്കാണ് അല്ലേ? അതെ, ചെറുതായിട്ട്. ഓക്കെ, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താ ബിൽഡ് ചെയ്യണമെന്ന് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. Okay, yeah, personally, and the company is called Junkbot. So we're based in Dubai. We basically manufacture kits which help children make their own robots just by recycling things around them. So we work with schools on hardware kits, curriculum around that, training resources. We work with around 500 schools. We're funded by DP World, Mohammed bin Rashid Innovation Fund and MA in Abu Dhabi. We recently launched in Qatar as well with Qatar Science Technology Park, and we are working with MES Indian School in Qatar. It's one of our സ്കെയിൽ പറയാനേ നമ്മൾ റവന്യൂ റഫ് എസ്റ്റിമേറ്റ് ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഡോളേഴ്സിലാണോ ദിറംസിലാണോ? ഡോളേഴ്സിലാണെങ്കിൽ ഇപ്രാവശ്യം ഏകദേശം ഒരു $3 million. $3 million റവന്യൂ ആണ്. അതെ, ഏകദേശം ARR. ഓക്കെ, ആ റേഞ്ചിലാണ് വരുന്നുള്ളത്. നെക്സ്റ്റ് ഇയർ 2026 ഹഡിൽ ലിമിറ്റ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? അതെന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് നോക്കുന്നത്. പക്ഷേ ജോഗ്രഫിക്കലി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ഖത്തറിൽ. Which has huge potential. For someone who is looking to build something like a tech solution for ആ ഒരു മാർക്കറ്റ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം from this building from here? It depends on industries. നമ്മൾ ഇന്ന് സംസാരിച്ചതുപോലെ ഫിൻടെക് ആണെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എടെക് ആണെങ്കിൽ if you're looking across the GCC and not just the Dubai market or UAE market, then there's an opportunity. പിന്നെ സ്പെസിഫിക്കലി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ദുബായ് ആസ് എ ഫാൻസി ഒരു ഓൾറെഡി ആൾക്കാർക്ക് ദുബായ് വന്നാൽ കാശ് കിട്ടും എന്നുള്ള അത് ആക്ച്വലി റോങ് ആണ്. ഓൺലി ഇഫ് യു ഹാവ് എ സോളിഡ് പ്രോഡക്റ്റ് വിച്ച് മേക്സ് വാല്യൂ ടു ദാറ്റ് സ്പെസിഫിക് റീജിയൻ, then people will definitely consider investing. So ആ ഒരു ഫാൻസി സാധനം അത് ജസ്റ്റ് ഒരു ഫാൻസി സാധനം മാത്രമാണ്. ഫസ്റ്റ് ടൈമാണ് ഹഡിൽ വരുന്നുള്ളത്. സവാദ് നമ്മുടെ കമ്മ്യൂണിറ്റി ഓണ്ടർപ്രണർ which is actually started building it around Junkbot so that our students get internships, jobs and have built their own companies. The entrepreneur as a community has grown a lot. So we have different initiatives under which is Founders Meet, and പിന്നൊന്ന് ഇതായിരുന്നു വൺ ടാങ്ക് ഇവന്റ് ആയിരുന്നു. അതില് നമ്മുടെ അതെ ഒരു അവാസ് ഒപ്പം സ്റ്റാർട്ടപ്പ് ആക്ച്വലി ത്രൂ വൺ ടാങ്ക് ഒരു 1.5 CR റേസ് ചെയ്യാൻ പറ്റി. വി ആർ ഹാപ്പി അബൌട്ട് ദാറ്റ്. വി ഹവ് ഡൺ ദിസ് പ്രീവിയസ്ലി ഇൻ UAE ആസ് വെൽ, ജൈടെക്സിലും സെഫിലും ഒക്കെ. അപ്പോ അത് നല്ലൊരു സക്സസ് സ്റ്റോറിയാണ് ആക്ച്വലി. സോ വി ഹോപ്പ് ടു കണ്ടിന്യൂ വൺ ടാങ്ക് ഇൻ കേരള ആസ് വെൽ. എക്സാക്ട്ലി, വി ആർ ലുക്കിംഗ് ഫോർവേഡ്. Okay, thank you. അപ്പൊ നമ്മള് ചാടിക്കാൻ പോണ്. ഇത് VIP ലോഞ്ചാണ്. ഇവിടെയാണ് ഇതിലൂടെയും എന്താ പറയാ അവിടുത്തെ ഹസിൽ ബസ്സിൽ മാറി 1-to-1 ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു അവസരം ഇവിടെ വരുമ്പോഴാണ്. ഈ ഒരു ചെറിയൊരു ക്വിക്ക് ടൂർ തരാന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ആണെങ്കിൽ ഹഡിൽ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡു കം. പ്ലാൻ ആയിട്ട് വരാം. ഒപ്പം തന്നെ എന്താണ് ആക്ഷൻ കീ ടേക്ക് അവേ അതുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ KPH ഹൗസിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഭയങ്കര എക്സ്ട്രീം ക്യൂറേറ്റഡ് ആണ്, ബട്ട് if you getting it's well and good. So yeah, thanks a lot. ഇനി കൂടെ ചില സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ടെക് സൊല്യൂഷൻസ് ഈ പറഞ്ഞ ടെക്നിക്കൽ ആ ഒരു ആർബിട്രാജുള്ള പലരും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇവന്റുകൾ വരുമ്പോൾ അവരായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, കാണാൻ ചെയ്യാൻ പറ്റും. ഇത് മുമ്പ് നമ്മുടെ KPH മെമ്പറായ ഹവാസ് ആണ് 1.5 CR ക്രോസ് ചെയ്തു. ഞാൻ ചെറിയ ഇൻവെസ്റ്റർ കൂടി ആട്ടോ ഇത്. First of all, thank you, Felix, for your support actually, and KPH Group has been crucial in this journey. Okay, I would say അതിൽ മെസ്സേജ് അയച്ചിട്ടൊന്നുമല്ല, but the messages that comes in or the kind of value that group adds to almost every founders is huge. നിങ്ങൾ ഫണ്ട് റൈസിംഗ് ക്ലോസ് ചെയ്തോ? എന്താണ് ഇവിടെ അവസ്ഥ? From fundraising close ചെയ്തു. Back to building. Back to building, back to growing, and language expansion plan ചെയ്തിട്ടുണ്ട്. So we're soon into that too. എന്താണ് ക്വിക്ക് ആയിട്ട് പറയാമോ? ഒരു മൾട്ടി വെർണാക്കുലർ. So the thing is 24/7 vernacular mental health platform ആണ് ഒപ്പം. So currently we are focused on the Malayali audience right now, and we did 20,000 plus sessions over 6,000 plus clients in a span of 2 years.
ആൻഡ് കറന്റ്ലി ഒരു 80 to 85 സെഷൻസ് എ ഡേ നമ്മൾ ചെയ്തുകൊണ്ടുണ്ട് 30+ തെറപ്പിസ്റ്റ്. ആൻഡ് ജാനുവരിയിൽ മോസ്റ്റ്ലി വിൽ മൂവ് ടു തമിഴ് ടു. പുതിയ ലാംഗ്വേജ് എക്സ്പാൻഷനിലാണ് നിങ്ങൾ. Exactly. All the best. So I hope Thank you so much. Huddle meet more, we can trace back the conversations and everything. Sure. Thank you so much. Yeah. How do you start selling? Okay. Hopefully you have a product or service. Yes, what else? Now is the time. If you don't give me anything, I don't have anything. How to identify the right, let me put it that way. How to identify the right customer, right? Okay. What else? Oh, basically without all the features, how do you close deals? Okay, without all features. I mean, no startup has all features, but how do you? Okay, bro. Randomly, you have to shout, so you don't have the microphone. So you are only talking little, so please shout. Please define your ICP. Oh, okay, Mike. Thank you. Independent plastic surgery and med spa owner, okay, in the US market, who runs less than two clinics. Okay, that's the ICP definition. Okay, so that's pretty good. So he defined it in a few ways, right? The first thing he used is, let's break it down. He is selling to plastic surgeons, that's one class of people. Then spa, that is another class of people. In US, that is a location-based targeting, and have less than 2 clinics. That is a characteristic. How big is that company, right? So use proxies to defining the ideal customer persona. In most cases, when I speak to people, they are like, I'm selling to B2B companies. Okay. Who? Like, which? There are 5.5 million B2B companies with more than 5 employees. Are you selling to all the 5.5 million? If you're building a product for everybody, then you're building a product for nobody. Right? So you have to know your ICP. And the other thing that people do confuse is ICP and TAM. When you talk to investor, you want to say that you have a lot of TAM. Right? Total addressable market has to be significantly high. You need to say that I have 10 billion market, 100 billion market, whatever. But that is very different from ICP. An ideal ICP when you start is a very small niche set of people or companies. If it's a B2B, you're talking about all you need is 2,000 companies in your ICP. Don't try to get 10,000, 20,000, 50,000 companies in your ICP. In fact, all you need is 10,000 companies with that burning problem that you're solving for them. So an ideal customer or ideal ICP might look like something like, my ideal ICP is a company between 250 employees to 2,000 employees in the ideal ICP. You have an ICP definition for your company set, and then you have a very deep definition on your buying committee. Any product that you are building, any service that you are offering, as much as possible, you have to bring it down to that niche crowd. If you don't have this niche crowd, then you are basically going to there and then shouting it to the ether. You will never get meetings because you need to have a niche enough set of people for you to understand the pattern of problems that they have. Unless you know the pattern of problems that you have, one person may have a very different problem from the next person that you are talking. There will be no resonance between the calls. You will not get the product ideas that you want, and they will not get any value. So everybody today, the homework for you guys, you don't have to submit it to me, but the writing down your ICP to a level where you feel that it is, even for B2C, by the way, people say that I'm selling to youngsters in India. I mean, we have 400 million of them. Who are you selling to, right? You have to kind of really hold up. I am selling to females between 25 and 34 with a disposable income of over 1 lakh, living in the metros, who have a habit of going to medical spa at least once a month, who is going to have their first kid. You can keep going, right? You can keep putting in those filters and drill it down. And as much as you can go, that is your ICP. Does that make sense of the ICP and TAM difference? So investors care about TAM, you care about ICP. You only care about the TAM when you are pitching to investors. So that is the first set. This answers the how to identify the right customer. By the way, this ICP evolves. The first ICP that you create is a thesis that you have.
You are saying that this is potentially my ICP. You go in and start figuring it out, and then you realize that no, these folks are not resonating with the problem that I have. But then you see that one kind of a company, which is slightly different kind of a company, is starting to relate to what you're saying. Then you start changing your ICP to kind of, it's like the sunflower going behind the sun, right? When the customer is saying positive things, you kind of tilt towards it. In taking my own example, we were starting to sell into tech only, and then we got a lot of people coming in from the manufacturing industry. And we started talking to the manufacturing people, and we saw resonance there. And then we added manufacturing as a vertical. So that's the sunflower thing, right? You have to kind of keep changing the ICP, not every day, but as you get sick speaking with a startup is because they trust you as a founder. The only way you are going to make a deal happen is if they trust you as a person. So your first job in a sales call when you are a startup, whoever is on the other side is to establish trust. They need to know who you are, and they need to trust the words, and they need to trust the thesis. I'll give an example. When I go and talk about my company Docket, the way I talk about it is, at Docket, we are selling digital salespeople. We believe that every first sales call in the future will be with a sales agent. This is the thesis, right? So when I tell that thesis, I saw a couple of people in the crowd going, nodi, right? How many of you have read or seen the video Start with Why by Simon Sinek? 1, 2. Okay, people who haven't seen it, 18 minutes. It is the third most watched TED Talk. It's 18 minutes worth it. Basically, Simon Sinek kind of breaks down how people follow why. So, how many of you use Apple products? Mac so the way Steve Jobs used to talk about Apple, right? It's like, at Apple, we build beautiful products, right? That's how. So the purpose of the company is to build beautiful products, right? And when you can resonate with the purpose of that company, when you can resonate with the thesis of that founder, that is when you want to talk to that founder. So you need to have a thesis that explains clearly what you are offering to the customer. So how do you get in touch with? Now let me break it down, right? So that is the thumb rule. Here is how you have to talk and establish trust with the thesis that you have. Now, how do you reach out and get that meeting going when you don't have anything? You go to LinkedIn, you put in the right filters of the ICP, you will get to a set of accounts or a set of people. Then from there, what you do is you send them a message saying that I am this person. You need to have a hook. Somebody talked about it, right? You need to have a hook that gathers attention. When I left so I sold my first company, joined this other company. Then I left there. Then I had to do consulting for a little bit of time because I have never done consulting. I wanted to learn how to do it, and I needed money also. So I needed to find a message that captures attention. This was the message that I crafted. Hi, I'm Arjun. I recently left Full Contact. I know 100 data vendors, their pricing, their agreement, their structure, their quality, and can negotiate deals on your behalf. Do you want to talk to me? And I send this message to the ICP, which is the data companies. So every single data company that I sent it, I got a response. Because it is so deep of a hook. In fact, the company that acquired my company, ZoomInfo, in 2021, I sent this message to the CEO in 2018 and he responded in 2 minutes. That is how I got to know him. And that is how the company got acquired after 4 years. So that is the book that you heed. Everybody has it. How many of you have watched Ranjayadam? This is where I bit to Malayalam a little bit. Ranjayadath എഴുതത്തില്ലേ എന്താ നന്നെ ബാല്യകാലത്തിലെ വളരെയധികം ദീനാനുഗമ്യമുള്ള ആളായിരുന്നു പ്രാഞ്ചിയേട്ടൻ. Right? You can take almost anybody's profile and identify that book as books people. You just need somebody to look at your life like a little bit from afar and you will have something interesting in your life. So find the book. That's the first thing. Second, when you reach out, you are starting with the book, so you have their attention. And then the next thing that you do is, you say, I am trying to validate this idea. I believe that every single sales call will start with an agent in the future. You seem to be an expert in the space. I want 20 minutes to validate this problem with you. I promise you I wouldn't do any selling, in brackets, because I don't have anything. You actually can write it. I have written it and people respond to that.
in the conventional way, people say that if you include the word help in the subject line, people won't respond. I have seen a lot of people respond when you add the word help. See, you are talking to a human on the other side. When would you respond? When you appeal to the humanity of the person, that is when you respond. So if you can resonate the humanity to the other person, when I write, I will write the last PS. 20 minutes of your time can change the life of a young startup entrepreneur. This was when I started, when I was young. I used to write it, right? And when you read it, you read the whole thing, reach the last one, you can change the life of an entrepreneur. How many people in the world wakes up and think, if I could do one good thing today? A lot of people, including us. Generally, a lot of the people are good people in the world. Wikipedia is the proof for that, right? A lot of people have contributed to Wikipedia, and Wikipedia is still doing good because there are more good people in the world than bad people. Otherwise, Wikipedia would never be Wikipedia, right? So there are enough good people in the world that if you ask for help in a human, genuine way, you are going to get the response. But that comes with a caveat that you cannot send one message to 10 people and expect two responses. It fundamentally, sales is a process game, activity game. You have to do a lot of activity. Let me pause here. Does that all make sense so far? Is it clear enough? Okay, now let's break down the activity. How many meetings do you need? Let's say you want to validate your idea. B2C, B2B doesn't matter. And you want to validate an idea. How many meetings do you need? 3 meetings a day? Who said that? Who said that? Okay. I like how enterprising she is. You know, it's tough, 3 meetings a day. But okay, 3 meetings a day. Anybody else? In total, how many meetings do you need to validate? How many do you think you need in total to validate your idea? How many people do you need to talk to, in your opinion? Yeah. Sure. You work 22 days. Typically it's 20 days, but fair enough. Okay. So 44 meetings is what you will get in a month in that way. So are you saying you need 44 meetings to validate your idea? Invalidation is also a validation, right? Because invalidation means this shit is not going to work, and that's fine. Absolutely. See, the more the merrier, for sure. Whether it is money, whether it is deals, whether it is calls, the more the merrier. But the thing is, you are probably not going to get 50s and 60s and 70s of validation meetings. You are probably looking to get anywhere between 15 to 30 meetings in most cases. So the key is how to use those meetings so that you have some signal coming out of that meetings. I'm going to pin that. I want to go back and talk about that. But let's try to get you 30 meetings, right? Let's try to get you 30 meetings in 45 days. Okay. There are, I looked at this map. I had 5.5 million companies with more than 5 employees. There are 55,000 companies in the US with more than 250 employees. These are the people all of you guys want to sell pretty much, right? Out of the 55,000, if we take an average of like 6 people per company, you are talking about 3 million people. So there are 3 million decision makers in the world, largely in US as a market. And there are roughly another 15 million influencers in the world. So everybody selling in this world is selling to these 3 million people and emailing the other 15 million people. That's it. Now the hook is the thing that makes the difference between you and the rest of the people. That is where you go for the tools. That is where the tools come in. You can use tools like Tripify, Phantom Buster, WeConnect, Alfred. There are so many LinkedIn automation tools. You have to buy Sales Navigator, otherwise LinkedIn is gonna shut you down. If you have Sales Navigator, they are like, yeah, this is okay. These guys are free. But for everything, you need an automation. But even with the automation, don't try to automate the whole thing, because that kills the purpose. You will have to be personalized if you need good responses. So you can do the first connection request automatically, and from there you can kind of break it down, right? Then you do manually. So these systems, whether it is DuckSoup or WeConnect or Tripify, these will allow you to send how many ever emails, like 600. On LinkedIn, sales is to send about 30 messages. It won't stop. You can do more. But again, you have to get to 30 meetings in 45 days.
It's not on one day, right? You can keep emailing, right? So the idea is to, and again, nobody is going to respond to you in the first message. Typically, you need to touch them at least about 3 times. So when you say you have to reach out to 600 people, you have to actually send about 2,000 emails or 2,000 messages. So it is an activity game, and you have to do this kind of activity. One thing that I've always seen when Kerala startups are doing it, you guys will send 1 email, 2 emails and messages, and you are like, I don't want to go further. How do I send a 3rd message? See, they are getting 70 emails. I was talking to a salesperson and said, I do 38 touches in 29 days. He told me this, right? And I'm like, what do? You stand outside that guy's door and knock on the door. Like, how do you touch somebody 38 times? He's doing it on like 5 different channels, right? He does 10 on email, 10 on LinkedIn, 5 on cold call, 2 on text messages, then 3 through their marketing channel. Then he sends them a gift. Then he sends them a postcard, everything. He's like really trying. So, I mean, people do that. Again, it depends on the value of the customer. If it's a very high value customer, you can afford to spend all this to just get that one person on the call. Imagine that your average contract value is about $150,000. You can send them bottles of wine every day if you want, right? I send this. Thanksgiving, I send wines to all of my champions at my company. $40, $32 wine, $8 for sending. They will all get a wine with my handwritten note, which is written by AI, couple of voices, use of AI. And when they all get it, they are all very happy getting a wine, and they will all continue purchasing my product. So you have to do it. Now, going back. So you have to read, yes? Yeah, send 30 messages. Let's imagine it is 30 net new messages every day, right? So you need 20 days for 30 to be there. But at the same time, from the 3rd day onwards, you will have the 4 logs of the first day, right? So you won't be able to get to 600 in 20 days. It will be more like about in 40 days is when your 600 network is going to come. The whole campaign will take about 45 days. That's how you will get that dance. See, first of all, the world is fine with that automation. How many times are you seeing an ad of a company? Have you ever noticed? On LinkedIn, you have to see that the ad has to deliver 50 impressions before you even click once. So every ad that you are seeing, the next time you are seeing Palmolive's ad, that is probably the 15th time or 20th time you are seeing, right? It is not for fun that Cret is sponsoring IKEA, right? When you are seeing IPL for 45 days, you are seeing Cret. You are like, oh my God, I need to know what this Cret is. And then you go Cret, right? So you have to be top of the mind, especially in a world that is very, very crowded. The only way to get into a buyer's head is by sending out messages and then going out again and again to a point. You're not trying to you're not sending them bad messages. As much as possible, if you write personalized messages. For example, I see that you went to IIT. My God, my son is also studying in IIT. The moment you write that, there's a little bit, right? I saw that you are into tennis. I also like tennis. Personalization. I saw that for Malayalis, one of the best thing that works is if you can find Malus in your ICP, they are all going to respond to you. I see Matthew in your second name. Malayali? Absolutely works. Once they respond, the next thing is Nati Livda. Absolutely works. Right? In fact, I have a senior guy, Intuit senior guy. Whenever he travels in airports, he has Nati Livda. Or Sadhanam Kailundo. He has a bunch of these t-shirts, he only wears that. Right? And then every time he goes to the airport, a bunch of people will Sadhanam Kailunda. Right? So use these things to your advantage, right? And I have always, when I went to US first time, I have enough and more gray hairs now. But back when I did not have gray hairs, when I went to US, a lot of people told me, you're not going to be able to sell to here. You don't have enough gray hairs. You cannot raise money here. You do not know anybody here. You are not going to be able to do anything here. You don't have an office here. You don't have an address here. I did all of these things. I sold. I raised money. I did not have an address. I spent enough time there. And again, what I did is, I always find something that, I have this very interesting story. It's a Kerala entrepreneur. He had no money, right? Today, most of you guys have actually got more money than when we started.
I started in 2012. This guy is 2007. We had absolutely no freaking money. My salary was 12,000 rupees a month, right? With 12,000 rupees in Cochin, you are basically sharing a green tea serving. That's all you can afford, right? And we had a company vehicle, which was my Pulsar. We did triples, and the fourth guy would walk, right? So this guy, what he did is he somehow needs to close a customer, right? And he doesn't. I buy Aramala Kannadi. When I want to get somebody, I'll go take an Aramala Kannadi and say, gift it this to your wife. Here is the note, right? Now I have sold so much of Aramala Kannadi. Now I'm changing it to what we call something different. Anyway, I have to figure it out. So this guy, he didn't have money to buy an Aramala Kannadi because that shit is costly. So what he did is he actually took a bunch of pepper, just black pepper, in a good gift wrapper and gifted it to a person in UK to kind of remind him the colonization world like this. Right? But that worked. He closed that customer. Right? So it is not about what. It is about, can you be creative enough? If you cannot be creative enough to go to ChatGPT and ask, it is creative enough to give you enough gifts options. So, so that is the top of the funnel. How do you crack? Is that enough there? Awesome. Okay. Let's go deeper. Oh, time is flying. Okay, I have a lot to cover. Okay, then the next thing. When you do not have anything to sell, what you do is you do not sell anything. What you ask for is, how many of you have heard the word design partnership? Okay, a few of you, that's good. So the thing that you always sell when you don't have anything is, after the 30 minutes, right, you have promised them you won't sell them anything, right? But you have to sell them something, right? So what you do is you change and say, I really thought I did not want to sell you anything. But you are such an expert in this field that I really want to work with you. So I have like, you know, I was thinking to have like 2 companies as my design partner where you're not paying me any money. All I need is feedback from you. Once a month, 30 minutes, I'll keep the product for free. For 3 months, 6 months, 9 months, it doesn't matter, honestly, you know. AWS is giving $350,000 worth of credits for you. Windows is giving $350,000 credit for you. That's pretty much everything that a software company needs anyway. So give it away. It's okay, right? Get that design partnership. A bunch of, out of these 30 calls that you are making, if you are actually, say, solving a pain point that they really care about, you are going to get easier to be design partners there. The 3 design partners, if you want, send me a LinkedIn message. I'll send you the agreement that you can use for design partnership. Maybe I get a lot of messages. I'll find some other way to get it to you. But it's a 2-page agreement where it doesn't stipulate them to pay you anything. This is just feedback. But what you do is, when the design partnership starts, you go and take that logo, not on your website. If you get it on the website with their permission, that's good. Otherwise, you go to the next company in your LinkedIn message. What do you write? These companies are my customers. That is your new hook. As you add more and more design partners, your hook changes, right? And then what you do is, this first company, right, that is your design partner, you go and find all the competitors of that company. Then you go and say that, see, that company is using us. Now, do you want to use us? That's how you crack into the next set of customers, and you expand the design partnership to about 8 people or 8 to 10 companies maximum. You don't need more than that. With that, you build out the products. With that products, then you start selling to the rest of the people. From the 11th conversation onwards, you're starting to sell, actually make money out of it, but not a lot. Don't worry about how much is going to actually begin. If you think your product is worth $30,000 a year, give it away for $15,000. It's okay. The first set of customers, don't optimize for money, optimize for feedback and logo. With that logo and all, you go and raise the money from investors, and then you go back and sell. And once you raise the money, you can increase it to $30,000. Now, a tip there is, whenever you sign a deal, even if it is 100% discount, the way you write it is, the platform is worth $24,000 a year, discount 100%. 0 is the net. That's fine. What happens is that agreement is only for 1 year. Next year when they review so automatically it goes to be $24,000. So whenever you write agreements, there are these small things that you can add. Then, so that is a design partnership. We talked about founder network. Then the other thing that you can also do is, you know, tap into your investor networks. The other thing is, every company should have like 2 or 3 good advisors.
go find the advisors. For the advisory, keep anywhere between 2% to 5% of your equity, depending on where you are in that journey. In Silicon Valley, in the area, basically the equity is like 0.25% to 2% is an advisor equity. So I've seen in Kerala some people taking 6% advisor equity, 10% advisor equity. Don't do it. That's basically killing your startup. You don't have to do that, Kenneth. You can do anywhere between 0.25 to 2%, depending on how much you want to engage them with and how much time are they giving, and depending on the time frame or the stage of your company. But these three advisors, you have to optimize in a way that they can do at least 1 or 2 intros for you. And that also brings in more people to you. The other things that are very successful these days, voice message on LinkedIn is successful today. Because voice today is a little bit difficult to automate. It is automated, honestly, but most people don't know it yet. So if you send a voice message on LinkedIn, more people are hearing it. Post, how many people are organically posting on social media channels? Okay, that's pretty good. For the people who are not doing, start doing some organic social. If you go and look at my LinkedIn, I have about, 44,000 followers roughly, and it's continuously climbing. But I've been posting for a really long time, right? Then what happens is I'll get a call, or I'll get on a sales model and he'll ask, how many do you find us? Click, is there some video of your product on LinkedIn? Somebody was, because I'm like, I'm the guy who was necessary, right? So the organic social, you have no idea. These people will never engage with your posts. They are not going to like, they are not going to comment, they are not going to share, but they are going to see, right? So make sure that you post. And if you want automations there, check out things like Taplio, Taplio. Taplio is a LinkedIn automation tool. There are 2 different kinds of tools, right? There is the email messaging automation on LinkedIn. Then there is the social organic automation on LinkedIn. Taplio is kind of the organic side. There are many more. I don't use automation for the organic. I don't use any automation, so I don't know all the tools there. But search for it, right? You will be able to get many more like Taplio. Story of our country, Mr. Sridhar Vembu is going to speak to us about prosperity, great purpose, and why Kerala must build domestic will to build its future. Hearty welcome, sir. Thank you. Vanakkam. Namaskar. So greetings to you all. I always love to come to Trivandrum. It's probably the best quality of life in all of India. I actually don't like to say it out too loud because I don't want to jinx it. Because, what is the tweet coming out of Bangalore or Mumbai or even Chennai? Every single entrepreneur complaining about quality of life, all of that. Kerala has got a nice secret. And so it's all over Kerala, say all over. So that's something that's worth preserving. In fact, that is, if there is a single biggest advantage Kerala has, is the depth of the talent pool and the quality of life it can offer. If you combine the two, can create a really huge R&D hub for India and the world. And of course, you will attract talent from all over India because attracted by that quality of life. Yeah. And so that would be the vision that's a real advantage. And to do this, I'm going to offer a blueprint. It's my personal what I would do, how I would go about this. And right now, where is the opportunity? It is not anymore in building yet another software purely all of that. Because with all of the AI, in fact, last 3 years, we have not hired very many software engineers and hiring very few because definitely the productivity revolution is coming there. So the future jobs are not going to be just writing code. AI is going to write a lot of the code, and we are seeing it ourselves. And I am also working in technologies that could raise the productivity massively. But technology is not just about software. There is layers and layers and layers. And there is so much work to be done for India both to catch up and lead the world. And I will start with the most foundational layer for all of technology today, the silicon and semiconductor ecosystem. Today, the first time now, we are getting a fab ready
maybe in the next 2 years, a fab will come on stream in India. It's absolutely vital that we gain control of this technology. I'm all for international cooperation, but at the same time, we cannot allow ourselves to be bullied. And that's what is happening right now in the world. And so we cannot let our sovereignty be held hostage by anyone else. We have our difficult environment here, and we don't go lecture other countries how they should run their business, and we don't like to be lectured by anybody else either. I think that's a fair ask, you know. So India is not the one lecturing the world on how they should conduct themselves, and we don't appreciate lectures. You know, we run a very vibrant democracy here, and this, you know, Kerala state is evidence. It's run by a party that's very much in opposition. Still, Kerala is thriving. And we may have our ideological differences, but this is a country that is a very powerful democracy, an example to the world. So let's say that we don't like lectures from other people on this. And it's not just stopping with lectures, right? Threats. And that's why we need our technology independence today. We need to gain control of critical technologies, because otherwise we are being held hostage. Who should we buy our oil from? And which other country's war should be affecting us, right? And whose terror attacks should we be silent about? These are the lectures we get. So I think that should be very clear to anyone that these are and the answer to all of that today is technology independence, technology sovereignty. There are tool makers really, and then the watch is the finished product. That what you see is the finished product, but you have to be tool makers behind. It is that ecosystem we have to produce. That's what I'm trying to produce in the southern region between Kerala and Tamil Nadu. I'm harvesting both set of talent, native talent that's available here. We have the talent here, but we must approach it the right way. So that's all I have to say. Thank you. Thank you for that. ബിക്കോസ് ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഇനിയുള്ള കാലത്ത് വേണ്ടത് പ്രോഫിറ്റബിൾ ആൻഡ് സസ്റ്റൈനബിൾ കമ്പനിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ട് ടു അക്വയർ എ കസ്റ്റമർ ആണ്. ദാറ്റ് ഷുഡ് കം ഡൗൺ. അതിന് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കുറവായിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതിന് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഡിജിറ്റലി ആഡ് ചെയ്യല്ല, ഡിജിറ്റലി ഓർഗാനിക് കണ്ടന്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കണം. വെറുതെ ഡിജിറ്റൽ സ്പെൻഡ് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ പറ്റില്ല. നിങ്ങളിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ട് ആ ട്രസ്റ്റില് ഓർഗാനിക് ആളുകൾക്ക് അതിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ ഓർഗാനിക് കണ്ടന്റ് മാർക്കറ്റ് എല്ലാം ചെയ്ത ആളുകൾ വരെ കൊടുക്കുന്ന പ്രൊഡക്റ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന 100% ഉറപ്പുള്ളതായിരിക്കണം. നിങ്ങളൊരു പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്തു, അതെന്റെ ലൈഫിൽ ഞാൻ ഡെയിലി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റിനെ നിങ്ങൾ അങ്ങനെ മാർക്കറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി പ്രൊഡക്റ്റ് ഇറ്റ്സ് പെർഫെക്റ്റ് എന്ന് ചോദിച്ചാൽ പിന്നെ നിങ്ങൾ അടിക്കാൻ ഒരു മടിയും കാണിക്കില്ല. എക്സ്ട്രീം എന്ത് ചെയ്യണം, അതിന്റെ ഒരു അടിയിലേക്ക് പോകണം. അടിച്ച ആളുകൾ വന്നാൽ പിന്നെ സാധനം കൊടുക്കുന്ന സാധനം ബെസ്റ്റ് അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് വിൽ ബി നെഗറ്റീവ്. ഫസ്റ്റ് ഒരു ഇംപ്രഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം, ദെൻ വേർഡ് ഓഫ് മൗത്ത് ആണ് പിന്നെ അതിനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എന്നുള്ള ഒരു പോയിന്റ് ആണ് ഇതിലേക്ക്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഇപ്പൊ പ്രോഫിറ്റബിലിറ്റിയിലാണെങ്കിൽ ഒരു കമ്പനി ഇപ്പം പ്രോഫിറ്റബിൾ അല്ലെങ്കിലും ചില കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യും. എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നുള്ളൂ, വാട്ട് ഈസ് യുവർ CLTV CAC റേഷ്യോ എത്രയാണെന്ന് ചോദിക്കും. കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ ആൻഡ് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റിന്റെ റേഷ്യോ ചോദിക്കും. ഇറ്റ് ഷുഡ് ബി ദ റേഷ്യോ ഓഫ് 3:1 എന്നുള്ളത്. അതായത് ₹1 നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ ₹3 നിങ്ങൾ ഏൺ ചെയ്യണം. 100 rupees നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ 300 rupees നിങ്ങൾ ഏൺ ചെയ്യണം. 1000 rupees നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ 3000 rupees നിങ്ങൾ ഏൺ ചെയ്യണം. സിമ്പിൾ ലോജിക്. അത് ഏൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഇനിഷ്യലി ഉണ്ടാവുന്നൊന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ 100 സ്പെൻഡ് ചെയ്തിട്ട് 200. ഞാൻ പറയുന്ന മാർക്കറ്റിംഗ് സ്പെൻഡ് മാത്രമല്ല, കോസ്റ്റ് അല്ല ഞാൻ പറയുന്നത്. കോസ്റ്റ് ഇസ് ദെയർ, അതർ കോസ്റ്റ് വിൽ ബി ദെയർ. എബിറ്റയെ കുറിച്ച് അല്ല ഞാൻ പറയുന്നത്, ഇറ്റ്സ് പ്യുവർ മാർക്കറ്റിംഗ് സ്പെൻഡിനെ കുറിച്ച് മാത്രമാണ്. സോ 100 rupees ഇഫ് യു ക്യാൻ സ്പെൻഡ് ആൻഡ് ഇഫ് യു ക്യാൻ ഏൺ 300 rupees, then it's a good company എന്ന് പറയാം. അതിന് ഗ്രോത്ത് ഉണ്ടാവും, അതിനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ആ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും എന്നൊക്കെ പറയും. അപ്പം ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇത് എങ്ങനെ നിങ്ങൾക്ക് 1 rupeesന് 3 rupees ഏൺ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപിളി ഇത്രയേ ഉള്ളൂ. ആ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് ഡിജിറ്റലി തന്നെ ചെയ്യുക, അത് ഓർഗാനിക്കലി ചെയ്യുക. അതിന് നിങ്ങളുടെ ഫേസ് ആൻഡ് ട്രസ്റ്റ്, ആരെങ്കിലും ഒരാളെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് പ്രൈമറി വേണ്ട കാര്യമാണ്. ആ ട്രസ്റ്റ് ബിൽഡിംഗ് ആയിട്ട് നിങ്ങൾ പറയാം, യു ഷുഡ് ബി വെരി ജെന്യുവിൻ ടു വാട്ട് യു ആർ ഡൂയിങ്. 100%. ഒരു ഫേക്കിംഗ് ഉണ്ടാവാൻ പാടില്ല ചെയ്യുന്ന കാര്യത്തിൽ. അത് നമ്മൾ ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, അതുകൊണ്ട് എനിക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ആരോട് സംസാരിക്കാം. ഞാൻ എപ്പോഴും പറയും, എന്റെ ഒരുപാട് വെർട്ടിക്കൽസ് ഉണ്ട് എന്റെ ഇതിനകത്ത്. പക്ഷെ എന്റെ ഫേസിൽ ഒരു പ്രൊഡക്റ്റ് ഞാൻ ബ്രാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാണ്. അല്ലാതെ തന്നെ നിങ്ങൾ ആരെങ്കിലും വെച്ച് എന്ത് ചെയ്തോ ബ്രാൻഡ് ചെയ്തോ എന്ന് ഞാൻ പറയും. എന്നിട്ട് 1 year 2 year കഴിഞ്ഞിട്ട് റിസൾട്ട് കൊണ്ടുപോകാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. എന്നാൽ ഞാൻ കാറ്റഗറി മാനേജേഴ്സിനോട് സംസാരിക്കും.
അപ്പം എനിക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും 100% ചെയ്യുക, അത് ഞാൻ പഠിക്കും എന്ന് പറയുന്ന പോലെയാണ്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യം മാത്രമേ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാവൂ. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഇത്രയും നമ്പേഴ്സ് എത്തി, ഇത്രയും ആളുകളിലേക്ക് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ വർക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് എന്തുകൊണ്ടാണ് ഇന്നിവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയത്, ഇത്രയും പേര് അവിടെ വർക്ക് ചെയ്യുന്നത്, ഞാനിനി അവിടെ പോയില്ലല്ലോ, ഇത് നടന്നോളൂ, ഇറ്റ് വിൽ റൺ. ഞാനിനി 10 ദിവസം അവിടെ പോയില്ലല്ലോ, അവിടെ അത് അങ്ങനെ പോയിക്കോളൂ. ഞാനിപ്പോ രാവിലെ പോയിരിക്കുമ്പോൾ എനിക്ക് മടുപ്പാണ്, കാര്യം ഒരു പണിയും ചെയ്യാനില്ല, എന്താ ചെയ്യുന്നത്, എല്ലാവരും എല്ലാ പണി എടുക്കുന്നു, എനിക്ക് ചെയ്യാനൊരു പണിയില്ലല്ലോ എന്നുള്ളൊരു ലെവലിലേക്ക് അതിനെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ സിസ്റ്റം ബിൽഡ് ചെയ്തു. സിസ്റ്റം ബിൽഡ് ചെയ്ത് മീൻസ് ഞാൻ എപ്പോഴും പറയും, എന്നേക്കാൾ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ അയാളെ ഞാൻ വിടില്ല. എന്തുകൊണ്ട് ഞാൻ എന്റെ കമ്പനിയിൽ കേട്ടു, ഞാൻ എല്ലാവരും എന്റെ കഴിവുള്ളതായിട്ട് തന്നെയാണ്. ബിക്കോസ് ഇഫ് ഒരു ഐഡിയൽ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളെ, അല്ലെങ്കിൽ അയാൾക്ക് നല്ല, എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് തോന്നിയാൽ ആളെ ഞാൻ കൂടെ നിർത്തും. എന്നിട്ട് ആൾക്ക് വേണ്ട ഞാൻ കൊടുത്ത ആളെ കൂടെ നിർത്തി കൊണ്ടുവന്നത്. അങ്ങനെ ഹയർ ചെയ്ത് തന്നെയാണ് ഓരോരുത്തർക്ക് ഞാൻ എന്ത് ചെയ്ത പൊസിഷൻ കൊടുത്ത് കൊണ്ടുവന്നിട്ടില്ല. ചില ഇപ്പം എന്റെ പ്രൊക്യൂർമെന്റിന്റെ ഹെഡ് എന്റെ കമ്പനി ജോയിൻ ചെയ്ത അക്കാഡമിക് മാനേജറായിട്ടാണ് ഞാൻ പറയാണ്. പക്ഷെ അക്കാഡമിക് മാനേജറായിട്ട് ജോയിൻ ചെയ്തിട്ട് പിന്നെ അവരും ടീച്ചറുമായിട്ട് ഉള്ള ടേംസ് റെഡി ആവുന്നില്ല. ആള് വൻ സ്ട്രിക്റ്റ് ആണ്, പറ്റത്തില്ല എന്നൊക്കെ തോന്നി അവന് ഞാൻ അടുത്തെടുത്തിട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവൻ വെണ്ടറുമായിട്ട് ഇരിവെക്കാൻ നല്ല ആളാണ്. അപ്പൊ അവനെ പിടിച്ച് നേരെ അവസാനം പ്രൊക്യൂർമെന്റിൽ കൊണ്ടിട്ടു. അവൻ ബെസ്റ്റ് ആയിരുന്നു. നെഗോഷിയേറ്റ് ചെയ്യാൻ ലോകത്ത് സൈലോമായിട്ട് ആരും നെഗോഷിയേറ്റ് ജയിക്കില്ല എന്ന് പല വെണ്ടേഴ്സും നമ്മളോട് പറയാറുണ്ട്. കാര്യം അവനാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. എനിക്കതിനോട് സംസാരിക്കും ഇടയ്ക്ക് എന്ത് ദേഷ്യം വരും. അപ്പോഴാണ് വെണ്ടേഴ്സ് എന്താ പറയുക, അങ്ങനെയുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഓരോ പൊസിഷൻ അവരെ നമ്മൾ ട്രെയിൻ ചെയ്യണം. ഒരാളെ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ ഒരിക്കലും ഇവൻ പണിയെടുക്കൂല എന്ന് പറയരുത്. ഗ്രാജുവലി യു ഷുഡ് ട്രെയിൻ ചെയ്ത് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് അവരുടെ കൂടെ ഇരുന്ന് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ എന്താണോ അവിടെ ആഗ്രഹിക്കുന്നത് അത് അവരിൽ കൊണ്ടു കൊടുത്തിട്ട് അവരത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ ഒരാൾ അവിടെ പ്ലേസ്ഡ് ആവുന്നത് കറക്റ്റാണോ തെറ്റാണോ എന്ന് നോക്കാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം ഒരു തവണ പറഞ്ഞു, 2 തവണ പറഞ്ഞു, 3 തവണ പറഞ്ഞു, 4ാമത്തെ തവണ വീണ്ടും ഇതേ സാധനം പറയേണ്ടതാണെങ്കിൽ അവനെ എന്ത് ചെയ്യുക, അവിടുന്ന് മറ്റേ ഞാൻ ഫൗണ്ടർ പെർസ്പെക്റ്റീവിലാണ് കേട്ടോ പറയുന്നത്. അല്ലാതെ അപ്പോൾ അവിടെ നിന്ന് ഒരു സാധനം നമുക്ക് ഒരാളോട് റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോഴാണ് നമുക്ക് ഭ്രാന്ത് പിടിക്കുന്നത്. നീ അത് ചെയ്തോ എന്ന് ചോദിക്കാം. എടാ ഇത് ഇങ്ങനെ എന്നെ ചെയ്യാൻ പറഞ്ഞത് ഇങ്ങനെ, ആ ഐഡിയ മാത്രം എന്ത് ചെയ്യാവുന്ന. അങ്ങനെയാണ് ആളുകളായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തില്ല പേഴ്സണലി. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം 3 തവണ വരെ പറയാം, 4ാമത്തെ തവണ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ടൈം അത് പറയാൻ വേണ്ടി നമ്മൾ എന്തിന് കളയുന്നത്. അപ്പം അങ്ങനെ ആളുകളെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു കോർ ടീം ഉണ്ടാക്കുക, അവരെ കൂടെ നിർത്തുക, അത് അടിപൊളിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക. പിന്നെ ഇതൊക്കെയാണ് എന്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുള്ള സിസ്റ്റം ബിൽഡ്. ഞാൻ പറഞ്ഞത് റൈറ്റ് നോ പ്രോഫിറ്റബിൾ കമ്പനിയാണ് വേണ്ടത്. ഫോർ ദാറ്റ് യു നീഡ് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങളുടെ കസ്റ്റമർ വരണം. സോ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കുറയ്ക്കണം. അതിന് ഡിജിറ്റലി നിങ്ങൾ ഓർഗാനിക് കണ്ടന്റ് ഉണ്ടാക്കണം. സ്കെയിൽ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപിളി പറഞ്ഞാൽ നല്ല കാൻഡിഡേറ്റ്സ്, നല്ല ടീം ഓഫ് ആളുകളെ കൊണ്ടുവരണം. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, നിങ്ങളെക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ള ആളാണ്, നന്നായിട്ടുള്ള ആളാണെന്ന് ചോദിച്ചാൽ കൂടെ നിർത്തുക. വെറുതെ കമ്പനിയിലെ സ്റ്റേക്ക് ഒക്കെ എടുത്തിട്ട് വെട്ടിമുറിച്ച് കൊടുക്കരുത്. എന്നാ നീ 10 എടുത്തോ, നീ 5 എടുത്തോ, നീ 15 എടുത്തോ, അങ്ങനെ കൊടുക്കരുത്. ഹോൾഡ് ചെയ്യുക, ആസ് ആൻ എംപ്ലോയി കണ്ടിന്യൂ ചെയ്യുക. ഇഫ് ദേ ആർ വർക്കിംഗ് ഗോ ഫോർ റീസോഴ്സ്, അങ്ങനത്തെ പ്രോഗ്രാം എടുത്തിട്ട്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് യുവർ ഒരു 5 year 10 year കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഹൗ മച്ച് പെർസെന്റേജ് ഓഫ് സ്റ്റേക്ക് ദാറ്റ് യു ആർ ഹോൾഡിംഗ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് ഒരിക്കലും ആവശ്യമില്ലാത്ത ഒരാൾക്ക് വെട്ടിമുറിച്ച് കൊടുക്കരുത്. പിന്നെ ചില ചോദിക്കാം എങ്ങനെ എനിക്കൊരു കോ ഫൗണ്ടറിനെ തിരഞ്ഞെടുക്കാന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറയും, നിങ്ങൾക്ക് അയാളുമായിട്ട് അറ്റ്ലീസ്റ്റ് 5 മണിക്കൂർ ഒരു റൂമിൽ ഇരിക്കാൻ പറ്റണം, സിംപിളി. അല്ലാണ്ട് അയാളെ കാണുമ്പോൾ ഇറിറ്റേറ്റഡ് ആണ്, അയാൾ തമ്മിൽ അടിയാണ്, മറ്റേ മറിച്ചാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും പറയാം, കമ്പനിയിൽ 2 ആളുകളാണ് ഏറ്റവും മെയിൻലി വേണ്ടത്. ഒരാൾ ഓപ്പറേഷനും ഹെഡേക്ക് തലവേദനയും മൊത്തം എടുക്കണം, ഒരാൾ ഇന്നോവേഷനും ബ്രാൻഡിങ്ങും ചെയ്യണം. എന്നോട് ചോദിച്ചാൽ തലവേദന എടുക്കൂല, എനിക്കിഷ്ടമല്ല. എന്റെ ഓഫീസിൽ എനിക്ക് വിനേഷ് ഉണ്ട്, എന്റെ പാർട്ട്ണർ. ഹി വിൽ ടേക്ക് ദി ഹെഡ് കംപ്ലൈൻസ് വാട്ടെവർ ഇറ്റ് മേ ബി, അത് ഇത് തലവേദന മൊത്തം, ഇതൊന്നും ഞാൻ എടുക്കൂല. മാൻ മാനേജ്മെന്റ് ചിലപ്പോൾ എനിക്ക് ചില മാൻ മാനേജ്മെന്റ് എനിക്ക് പറ്റില്ല, എനിക്ക് സ്ട്രെസ് ആവും. ഞാൻ പറയും, ദിനേശ് ഇതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ കഴിയണം, നാളെ ആകുമ്പോൾ ഇത് തീർത്തേക്കണം, വിട്ടോ. അപ്പൊ എനിക്ക് ഇന്നോവേറ്റ് ചെയ്യാം, എനിക്ക് ബ്രാൻഡ് ചെയ്യാം, എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാം, എനിക്ക് പുതിയ വെർട്ടിക്കൽസിനെ കുറിച്ച് ആലോചിക്കാൻ കാര്യങ്ങൾ. അപ്പം അങ്ങനെ 2 ആളുകളാണ് ഏറ്റവും കൂടുതൽ കമ്പനിയിൽ വേണ്ടത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ, ഞാൻ ഇനി പുതിയ കമ്പനി തുടങ്ങാൻ പോകുന്നില്ല. എനിക്കിത് ഓഡിയൻസ് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ, ഞാൻ എന്താണ് ഈ സംസാരിക്കുന്നതാണോ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെ പറയാണ്, ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അതിന് മറുപടി ഞാൻ പറയാം. അപ്പൊ ഇതാണ് ഫൗണ്ടർ പെർസ്പെക്റ്റീവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇങ്ങനെയാണ് ടീം ഉണ്ടാക്കിയത്, ഇങ്ങനെയാണ് സ്കെയിൽ ചെയ്തത്. സോ സ്കെയിൽ ചെയ്ത് സ്ട്രക്ചറായി 2500 പേര് കമ്പനിയിലുണ്ട്. എനിക്ക് 2500 പേര് അറിഞ്ഞൂടും ആരാന്ന് പോലും. ഞാൻ ഡെയിലി കാണുന്ന ഒരു 5 ആളായിരിക്കും. ഈ 5 ആളെ എനിക്ക് അറിഞ്ഞൂടും.
5-6 അടിയിൽ അടുത്ത 100 ആൾ വരും, 100 ആളുടെ അടുത്ത് 200 ആൾ വരും. അവരവര് വർക്ക് ചെയ്തോളൂ. ആ 5 ആൾ സെറ്റ് ആക്കാന്നുള്ള മാത്രം റോള് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ വൃത്തി ചെയ്തിട്ടുണ്ട് ലൈഫിൽ. അതുകൊണ്ടാണ് ഞാനിപ്പോ സമാധാനപരമായിട്ട് പിടിയിരിക്കുന്നത്. അപ്പൊ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കെയിലിംഗിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ. കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഞാൻ പറഞ്ഞു, ബാക്കി മാർക്കറ്റിംഗ് ഞാൻ പറഞ്ഞു, ഡിജിറ്റലി ചായക്കപ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി അടിപൊളി കഴിച്ചു, ഇത് നാട്ടിൽ കൊണ്ടുവന്ന അടിപൊളിയാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റും ബ്രാൻഡ് എന്നും പറഞ്ഞു. ഒരാൾ ചായക്കപ്പിള് വൺമസ്റ്റ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ നാളെ വൺമസ്റ്റ് തുടങ്ങാൻ പോകരുത്. കോപ്പിയല്ലേ. അല്ലാത്ത പുതിയ പ്രൊഡക്റ്റുകൾ, പുതിയ ഇന്നോവേഷൻസ് നോക്കുക, ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. പിന്നെ ഇനിഷ്യലി നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ബൂം കിട്ടും, കിട്ടും. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല കാര്യം. അതിന് സിസ്റ്റം വേണം. ഡിഫറെന്റ് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണം, ഇന്നോവേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനിപ്പോ 5ാമത്തെ വർഷത്തിൽ എത്തി നിൽക്കുന്നത്. 5 ഇയേഴ്സ് ആയിട്ടുള്ളൂ. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് വേറെ ഒന്നിലും ഇല്ല. അപ്പം ഇതാണ് എന്റെ ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിൽ. പക്ഷെ ഞാൻ എപ്പോഴും സ്റ്റുഡന്റ് സൈഡിൽ നിൽക്കുന്ന ആളാണ്. മാനേജ്മെന്റിൽ ഇരിക്കുമ്പോഴും ഡിസ്കഷനിൽ ഇരിക്കുമ്പോഴും ഐ വിൽ ഓൾവേസ് സ്റ്റാൻഡ് വിത്ത് ദ സ്റ്റുഡന്റ് സൈഡ്. എന്നിട്ടേ ഞാൻ സംസാരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കും എനിക്ക് സ്റ്റുഡൻസ് എന്നെ ഇഷ്ടമാണ്, ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. അവർക്ക് എന്താണ് വേണ്ട ആ സൈഡിൽ നിന്നിട്ട് ഞാൻ സംസാരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എന്റെ എല്ലാ മാനേജ്മെന്റും തമ്മിൽ സ്റ്റുഡന്റ് സൈഡിൽ നിൽക്കുന്നുണ്ടാണ്. അത് ഞാൻ ഇപ്പോഴും ഏരിയ ചെയ്യാൻ ശ്രമിക്കുന്നത്. എത്ര നാളുണ്ടോ അത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഇപ്പൊ പണിയൊക്കെ കുറഞ്ഞപ്പോൾ ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതൊക്കെയാണ് എന്റെ പുതിയ പുതിയ വെഞ്ചേഴ്സ്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇപ്പൊ കുറെ ബാൻഡ് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു പണിയില്ല ഇപ്പൊ, കുറച്ച് സമയം കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ പുതിയ എന്ത് ചെയ്തു, ഞാൻ എന്റെ പ്രൊഡക്ഷൻ കമ്പനി ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തൊരു ഫിലിം പ്രൊഡക്ഷൻ. കാര്യം ഞാൻ 5 കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന കാര്യം ഫിലിം പ്രൊഡക്ഷൻ ആണ്. അപ്പൊ ഞാൻ ആലോചിച്ച് പിന്നെ കുറച്ച് ഷെയർ ഒക്കെ വിട്ട് കുറച്ച് സെക്കൻഡറി ഒക്കെ എടുത്തു. അപ്പൊ ഞാൻ ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ വെച്ച് ഒരു പ്രൊഡക്ഷൻ. അപ്പൊ ഞാൻ എന്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ആലോചിച്ചു, എല്ലാവരും വിചാരിക്കും എന്തിനാണ് ഫിലിം പ്രൊഡക്ഷൻ, പൈസ ഉണ്ടാക്കി അങ്ങോട്ട് പൈസ നശിപ്പിക്കും എന്ന് വിചാരിച്ചു. കുറെ പേര് എന്നെ തെറിയൊക്കെ പറഞ്ഞിരുന്നു. കമന്റ് ബോക്സിൽ ഞാൻ കുറെ തെറി കിട്ടും. പൈസ കിട്ടിയപ്പോൾ അഹങ്കാരമായി എത്തിയപ്പോൾ പൈസ കളയാനുള്ള വഴിയായി എന്നൊക്കെ പറഞ്ഞു. പൈസ കിട്ടിയോണ്ട് അഹങ്കാരല്ലേ, എനിക്ക് എന്തെങ്കിലും പുതിയ ചെയ്യാൻ. എന്നെ പൈസ എക്സൈറ്റ് ചെയ്യുന്നില്ല. എനിക്ക് ലക്ഷ്യോടെ അങ്ങനത്തെ കാര്യങ്ങൾ താല്പര്യമില്ല. ക്രിയേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യാന്ന് പറയാം. ഞാൻ 5 വർഷമായിട്ട് എല്ലാ ദിവസവും എൻജോയ് ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ വെള്ളിയാഴ്ച പോയി സിനിമ കാണാൻ. 5 വർഷമായിട്ട് ഞാൻ സിനിമ കാണുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഞാൻ അവധി, സൺഡേ ഞാൻ വർക്ക് ചെയ്യാം, ഫ്രൈഡേ ഞാൻ ലീവാ. ഒരു ദിവസം 3 പടം കാണുന്നുണ്ടെങ്കിൽ രാവിലെ ഒരു പടം, ഉച്ചയ്ക്ക് ഒരു പടം, വൈകിട്ട് പടം. ഇതാണ് എന്റെ ഒരു ഡേ ടു ഡേ ഫ്രൈഡേ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്കത് മാത്രമേ അപ്പൊ ഞാൻ അതിൽ നിന്നൊരു 5 വർഷമായിട്ട് ഞാനിത് സ്കില്ല് പഠിച്ചു. ഈ പടം പൊട്ടുമോ ഇല്ലയോ എന്നുള്ള സ്കില്ല് ഞാൻ പഠിച്ചെടുത്തു. ഇതെന്റെ സ്കില്ലാ. ആ സ്കില്ലിൽ എനിക്കൊരു കൺവിക്ഷൻ കിട്ടി, ഇത് വർക്കാവില്ലോ എന്ന്. എന്റെ ഏറ്റവും മെയിൻ പ്രശ്നം ഞാൻ കൊടുക്കുന്ന 250 രൂപ പോകുന്ന പ്രശ്നമല്ല. എന്റെ 2.5 മണിക്കൂർ സമയം കളയുള്ളൂ. ചില പടം കാണുമ്പോൾ ഓടിപ്പോയി അടിച്ചാലും ഒന്നും തോന്നുന്നില്ലേ. അതൊക്കെ ഞാൻ ചില റിവ്യൂ കാണുമ്പോഴാണ് സമാധാനം അടങ്ങുന്നത്. പോയി ചില റിവ്യൂ നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യമില്ല. അതുപോലെ അങ്ങനെ 5 വർഷം കൂടി കണ്ടീഷൻ കിട്ടി. ഒന്നും ഇത് വർക്കാവുന്നില്ലെങ്കിൽ അപ്പൊ ഞാനോട്ട് പൊണക്ഷൻ തോന്നാണ്. അങ്ങനെ ഞാനിപ്പോ മര്യാദ 10 പടം അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ 10 പടം ലോക്കായിട്ടുണ്ട്. അപ്പൊ എന്ത് തോന്നുന്നു, ഒരാൾ പ്രൊഡക്ഷൻ കമ്പനി പറയുന്ന ആ സിനിമയിലേക്ക് തന്ന 10 പടം ഉണ്ട്. 2 കൊല്ലമായിട്ട് കഥകളുണ്ട്, 2 years. അപ്പൊ ഞാൻ ഈ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുന്നത് ഇന്നാണ് നിങ്ങൾ എത്തിയുന്ന അനൗൺസ്മെന്റ് കഴിഞ്ഞ ആഴ്ച എനിക്ക് കേട്ടിട്ടുണ്ടാവും. ഞാൻ 2 കൊല്ലമായിട്ട് കഥ കേൾക്കുന്നത്. ചില ദിവസമൊക്കെ രാത്രി ഒരു പണിയില്ലാണ്ട് ചിലത്തൊക്കെ കഥ കേൾക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് 4 മണിക്കൂറൊക്കെ ഉണ്ടാവും കഥ കേൾക്കല്. ആദ്യമൊക്കെ 30 മിനിറ്റ് ആകുമ്പോഴേ മനസ്സിലാവും പണം കൊട്ടുന്നത്. പക്ഷെ 3.5 മണിക്കൂർ തലയാട്ടി ഇരിക്കണം. ഓഹോ. എന്റെ ഏറ്റവും വലിയ പീഡനം അതാണ്. ചില സമയത്ത് ഞാനിപ്പോ എന്നെ പീഡിപ്പിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൊട്ട കഥ എന്ത് ചെയ്യാം, 3 മണിക്കൂർ ഇരുന്ന് കേൾക്കാം. 10 മിനിറ്റ് ആകുമ്പോഴേ മനസ്സിലാവും ഇത് വർക്കാവില്ല, എന്നാലും കേൾക്കാന്ന്. ചില നമ്മൾ ഭയങ്കര വിശ്വസിച്ചാണ്. പുതിയ ആളുകളൊക്കെ ആണെങ്കിൽ ഞാൻ താഴെ 2-3 പേര് കഥ കേൾക്കാനുണ്ട്, അവരെ കേട്ടിട്ട് ഞാൻ കേൾക്കുള്ളൂ. പക്ഷെ ചിലത് നമ്മൾ ഡയറക്റ്റ് പോയി കേൾക്കേണ്ടതുണ്ടാവും. അത്രയും ഭയങ്കര വർക്കായ ആളുകളായിരിക്കും. അപ്പം നമ്മൾ കേൾക്കുന്ന സമയത്ത് അപ്പൊ നമ്മൾ 3 മണിക്കൂർ ഇരുന്ന് കേൾക്കും. അങ്ങനെ കേട്ട് 2 കൊല്ലം കണ്ട് എനിക്ക് എക്സൈറ്റ് ചെയ്തിട്ടുള്ള 5 പടമാണ് ഞാനിപ്പോ ലോക്ക് ചെയ്തിട്ട്. ആദ്യത്തെ പടം അടുത്ത ഓണത്തിന് ഇറങ്ങും. എന്റെ ഷൂട്ട് ഇപ്പൊ 50 ദിവസമായി. ഇനി ഒരു 30 ദിവസമുണ്ട്. ബേസിൽ ജോസഫും ടൊവിനോ വിനീത് ശ്രീനിവാസനും കൂടെയുള്ള അതിരടി എന്ന പേരുള്ള പടമാണ് എന്റെ ആദ്യത്തെ ഫിലിം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കും ഈ പടം ഞാൻ എടുക്കാൻ പോകുന്ന സമയത്ത് റിസ്ക് ഉണ്ടോ? റിസ്ക് ഉണ്ട്. ഫിലിം ഈസ് ഹൈലി റിസ്ക്. പക്ഷെ എനിക്കത് എന്താണ്, ഐ ട്രസ്റ്റ് ബേസിൽ ജോസഫ്. ഞാൻ പറയാം, എന്നേക്കാൾ കഴിവുള്ള ആളെ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, വിട്ടുകളയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ബേസിലിനോട് ചെയ്തു. യെസ് ഓഫ് കോഴ്സ്. കഥ കേട്ടു, എനിക്ക് എക്സൈറ്റ് ചെയ്തത് വൻ പരിപാടി കേൾക്കുമെന്ന് തോന്നി. ഞാൻ ഇറങ്ങി. ഇനി എന്റെ റിസ്ക് മാനേജ്മെന്റ്, എനിക്കറിയാം എങ്ങനെ അതൊക്കെ ബിസിനസ് ചെയ്യണം, എങ്ങനെ ഓവർസീസ് ചെയ്യണം, എങ്ങനെ അടുത്ത ഇത് ചെയ്യണം, അടുത്ത ചെയ്യണം എന്ന് കറക്റ്റ് ധാരണ ഉണ്ടായിരുന്നു. അത് ഞാൻ ചെയ്യുന്നു. സെക്കൻഡ് പടം ഇപ്പൊ വന്നു. ഏത് കരിക്കിന്റെ അടുത്ത്. കരിക്ക് 7 കൊല്ലമായി കരിക്ക് കാത്തിരിക്കുകയാണ്. കരിക്ക് വരാൻ വേണ്ടി സിനിമ ഞാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ ഒരു സിനിമ കാണാൻ. അപ്പൊ എനിക്ക് അവരുടെ സിനിമ കാണണമെന്നുള്ള എനിക്ക് എന്റെ ആഗ്രഹം.
അപ്പൊ എന്നെ പോലെ ആഗ്രഹിക്കുന്ന ഒരു സ്ലീപ്പർ സെൽ ഓഡിയൻസ് അവർക്കുണ്ട്. അപ്പൊ അതിന് വെച്ചിട്ട് ഞാൻ സെക്കൻഡ് എന്ത് ചെയ്തു, എന്റെ മൂവി അനൗൺസ് ചെയ്തു. അത് അതിരടി ഇറങ്ങി 1 മാസം കഴിഞ്ഞാൽ രണ്ടാമത്തെ എന്റെ ഫിലിം വരും. കരിക്കിന്റെ ഫിലിമാണ് എന്റെ രണ്ടാമത്തെ പടം എന്ന് പറയുന്നത്. അത് അടുത്ത വർഷം ഓഗസ്റ്റിൽ ഒരു പടം, ഒക്ടോബറിൽ അടുത്ത പടമായിട്ട് 2 പടങ്ങൾ എന്ത് ചെയ്യും, ബാക്ക് ടു ബാക്ക് വരും. കഴിഞ്ഞിട്ടില്ല. അടുത്ത വർഷം ഡിസംബറിൽ 3ാമത്തെ പടമുണ്ട്, അനൗൺസ് ചെയ്തിട്ടില്ല. അത് കുമ്പളങ്ങി നൈറ്റ്സിന്റെ ഡയറക്ടറുടെ അടുത്ത പടം, മധുസി നാരായണന്റെ നെസ്ലിൻ കുറച്ച് ആളുകളുള്ള ഒരു പരിപാടി ഞാൻ എന്ത് ചെയ്യുന്നു. അത് ഡിസംബറിൽ വരും. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇതിന് 3നും ഒരു കണക്ഷൻ ഉണ്ട്. 7 വർഷത്തിന് ശേഷം മിന്നൽ മുരളി ടീം എല്ലാവരും കൂടെ ഒരുമിക്കുന്ന പടമാണ് അതിരടി. കരിക്ക് തുടങ്ങി 7 വർഷത്തിന് ശേഷം അവർ ആദ്യമായിട്ട് ഇറക്കുന്ന പടമാണ് കരിക്കിന്റെ പടം. മധുസി നാരായണൻ കുമ്പളങ്ങി നൈറ്റ്സ് ചെയ്ത് 7 വർഷത്തിന് ശേഷം രണ്ടാമത് എടുക്കാൻ പോകുന്ന പടമാണ് ഈ പറഞ്ഞ പടം എന്ന് പറഞ്ഞത്. ഒരു 7 വർഷത്തെ ഇവരുടെ 3 ആളുകളുടെ 7 വർഷത്തിന് ശേഷം ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നൊരു സന്തോഷവും കൂടെ എനിക്ക് ഈ 3 പടത്തിലും ഉണ്ട്. പിന്നെ കുറച്ച് ഇപ്പൊ തരുൺമൂർത്തിയുടെ ഞാനൊരു പടം അടുത്ത പടം അതാണ്. പിന്നെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിന്റെ ഇപ്പൊ മോളിവുഡ് ടൈംസ് ചെയ്യുന്ന അഭിനവ് സുന്ദർ നായിക്കിന്റെ അടുത്ത പടം ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ എവ്രിബഡി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ ആ ഫീൽഡില് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. അവരെ ചേർത്ത് പിടിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. ഇനി പറയാൻ തുടങ്ങിയ ഒരുപാടുണ്ട്, 10 പറയണം, എനിക്കൊന്നും പോകുന്നില്ല. ഞാൻ അടുത്ത ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ കടക്കുമ്പോൾ പോലും എനിക്ക് എക്സൈറ്റ് ചെയ്യണം, എനിക്ക് അവിടെ പോകാൻ പറ്റണം, എനിക്കത് പോയി കാണണം എന്ന് തോന്നുന്ന മാത്രമേ ഞാൻ പിടിക്കുള്ളൂ. അവിടെ ഞാൻ എന്ത് ചെയ്യുക, എനിക്കത് കേൾക്കുമ്പോൾ എക്സൈറ്റ്മെന്റ് തോന്നണം. ബ്ലൈൻഡ്ലി നമ്മൾ വേറെ ഒരു കൺവിക്ഷൻ ഇല്ലാണ്ട് ഇത് ഞാൻ കാണുമോ, ഇത് ഞാൻ 2.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യുമോ, ഇത് നോക്കിയിട്ടാണ് അതിലേക്ക് ഞാൻ പോകുന്നത് വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇനി ഇതൊക്കെ ഞാൻ പറയുന്നു പൊട്ടുപോന്ന് ചോദിച്ചാൽ പൊട്ടുമായിരിക്കും. ദർ ഓൾസോ കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. ഞാൻ ഇൻവെസ്റ്റിംഗ് അറൌണ്ട് 50 crore 50-60 crore മലയാളം സിനിമ. അത് ആരും ആ റിസ്ക് എടുക്കില്ലായിരിക്കും. അറ്റ് ഏജ് ഓഫ് 20 ഞാൻ ഇതിന്റെ ഹിസ്റ്ററി ആരും ഉണ്ടായി എടുത്തിട്ടുണ്ടാവില്ല. ബട്ട് ഐ ആം ടേക്കിംഗ് ദാറ്റ് റിസ്ക്. ഐ സ്റ്റിൽ ബിലീവ് ഇഫ് ദർ ഇസ് നോ റിസ്ക് ദർ ഇസ് നോ സ്റ്റോറി. അതിന് ഞാൻ 100% എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ റിസ്ക് ഞാൻ എടുക്കാൻ തയ്യാറാണ്. ആ റിസ്കിന്റെ സ്റ്റോറി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ആരോട് പറയാൻ പറ്റില്ല. അതൊരു അടഞ്ഞ പുസ്തകമായിട്ട് അങ്ങനെ എന്ത് ചെയ്തോളൂ, മാറിക്കൊള്ളൂ. അത് പറയാൻ പറ്റില്ല. പക്ഷെ സ്റ്റോറി അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഞാൻ വാദോരാന്നൊരു 10 സ്ഥലത്ത് പോയി പറയും അതിനെ കുറിച്ച്. അതുകൊണ്ട് അതിൽ വിശ്വസിക്കുന്നു. ആൻഡ് ഐ നോ റൈറ്റ് ഹൗ ടു പ്ലേ ദാറ്റ് ഗെയിം കംപ്ലീറ്റ്. ഞാൻ ഗെയിമിൽ ഇറങ്ങുന്നതിന് ആ ഗെയിമിന്റെ A to Z ഓപ്പർച്യൂണിറ്റീസ് വാട്ട് എവർ ഇറ്റ് മേ ബി, ഓവർസീസ്, എവറിത്തിങ് റൈറ്റ്. ഐ വിൽ സ്റ്റഡി ലൈക്ക് എനിത്തിങ്. ഐ ഹാവ് ടീം, ഐ ഹാവ് എവറിത്തിങ്. ഞാൻ സെറ്റപ്പ് ചെയ്തിട്ട് ഞാൻ പോലും പോകാൻ പരിപാടിയാണ് എന്നുള്ളത് ഞാൻ ചെയ്തിട്ട് പരിപാടി ഇറങ്ങത്തുള്ളൂ. ദെൻ ഐ എം ട്രൈയിങ് റൈറ്റ് നോ ഹാപ്പിനെസ് പ്രൊജക്ട്. എന്റെ ഞാൻ ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പോകുന്ന ഒരു കാര്യമാണ് ഹാപ്പിനെസ് പ്രൊജക്ട്. ഹാപ്പിനെസ് പ്രൊജക്ട് ഞാനിപ്പോ തുടങ്ങി കുറച്ചായി. ഇപ്പൊ ഞാൻ അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോവാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് CSIR എന്ന് പറയാം. ബിക്കോസ് എനിക്ക് CSIR ഫണ്ടൊന്നും അല്ല, എന്റെ പേഴ്സണൽ ഫണ്ട് ഉപയോഗിച്ച് എവറി ഇയർ എന്റെ കയ്യിൽ നിന്ന് വരുന്ന, ബിക്കോസ് മണി വിൽ മേക്ക് മണി ആൻഡ് മണി വിൽ കം. ആൻഡ് അതിന്റെ ഒരു പാർട്ട് ഓഫ് ദാറ്റ് വിൽ ഗോ ടു എ തിങ്, ഒരു ഹാപ്പിനെസ് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ വി ആർ ബിൽഡിംഗ് അറൌണ്ട് 500 homes in Kerala. ലൈക്ക് ഓൾമോസ്റ്റ് ഇപ്പം എല്ലാം ഈ മാസം 4 വീടുകൾ നമ്മളിപ്പോ കൊടുത്തു. ഇപ്പം റൈറ്റ് നൗ 30 വീടിന്റെ പണി നടക്കുന്നത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുള്ള കാര്യമാണ്. ആൻഡ് അതെനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, ഞാൻ ഏറ്റവും ഡ്രീമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഹാപ്പിനെസ് പ്രൊജക്ട്.